യു fall down 7 times, you get up 8 times. അപ്പം നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി തിങ് ആവും. ഓക്കെ. ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, മുമ്പോട്ട് വഴി കിടപ്പുണ്ട്, പക്ഷെ നിങ്ങളിതാ ഇവിടെ വന്ന് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആ ഒരു റിയലൈസേഷൻ അത് മനസ്സിലായി കഴിയുമ്പം ഞാൻ എന്ത് ചെയ്യണം? then I said, what excites you? what do you want to look forward to? what kind of person do you want? എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി, ഞാൻ പറ്റിക്കോട്ടെ. എന്നിട്ട് ആകാശം ഇടിഞ്ഞു വീണൊന്നുമില്ലല്ലോ, ഒരു ചെറിയ തെറ്റ്, അതിൽ നിന്ന് എന്ത് പഠിച്ചു? അത് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു. ഞാനാണ് തെറ്റുകളെ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നൊരു അങ്ങനെ പേരൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ വലുതാവുമ്പം വളരെ ബുദ്ധിമുട്ടും. ഈ സങ്കടം വരുമ്പം ചിലർ കാണിക്കുന്ന ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മുറിക്കകത്ത് കയറി സങ്കടമുള്ള പാട്ട് വിട്ടിരിക്കും. ഇത് എൻ്റെ ഈഗോ ആണ് പ്രശ്നം, അല്ലാതെ അതല്ല. എന്നാലും എന്നെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയില്ലേ, സോ ഐ എം ഹേർട്ട്, എൻ്റെ ഈഗോ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈ ലൈഫ് ഷുഡ് ചേഞ്ച് എന്നുള്ള തോട്ട് വരും. നമ്മുടെ ബോസാണ്, നമ്മളൊന്നും മിണ്ടുന്നില്ല, രണ്ടാമത്തെ പ്രാവശ്യം മോശമായിട്ട് സംസാരിക്കും. ആ സമയത്തൊന്നും മിണ്ടാതിരുന്നാൽ നമ്മൾ വേറൊരാൾക്ക് ആ പവർ കൊടുക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? ചെയ്യുന്ന ഒരേ സാധനം നമ്മളോട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചാൽ വേറൊരാൾക്ക് ശീലമാവുകയാണ്. വളരെ ദേഷ്യം വന്നിരിക്കുകയാണെങ്കിലും ഒന്ന് ചിരിച്ചാലുണ്ടല്ലോ, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആങ്കറൊക്കെ കുറച്ചൊന്ന് കുറയും, അല്ലെങ്കിൽ വിഷമം കുറച്ചൊന്ന് കുറയും. ചിരിക്കുക, ഈ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ your brain thinks you're happy. Having money is success. Only money can buy happiness. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് എന്താണ് പറയാനുള്ളത്? Small tips and big changes. Milestone Makers presents Life Tutorials 101. Today in our first episode, our topic is happiness. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ട്യൂട്ടർ മിസ് സിന്ധു വർമ്മ, renowned life coach and corporate trainer. Welcome ma'am. Thank you. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹാപ്പിനെസ്സിനെ പറ്റിയാണ്. സോ ഇൻ യുവർ ഒപ്പീനിയൻ, ഇൻ യുവർ പെർസ്പെക്റ്റീവ്, വാട്ട് ഈസ് ഹാപ്പിനെസ്? ഒരു ദിവസം വളരെ സന്തോഷമായിട്ട് വലിയ വറീസ് ഒന്നുമില്ലാതെ, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, അസുഖമൊന്നുമില്ലാതെ പോകാൻ പറ്റിയാൽ വളരെ സന്തോഷം, ജനറലി സ്പീക്കിംഗ്. പിന്നെ ഓരോരുത്തർക്കും ഹാപ്പിനെസ്സിൻ്റെ ഡെഫിനിഷൻ വളരെ വ്യത്യാസമാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നതാണ് ഹാപ്പിനെസ് എന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നല്ലതാണെങ്കിലും ഞാൻ ഹാപ്പി ആവില്ല. അല്ല, ഹെൽത്താണ് എൻ്റെ, ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് വിചാരിക്കുന്ന ഹെൽത്ത് ഫ്രീക്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ശരിയാവുന്നവർക്ക് അത് ഹാപ്പി. അപ്പം പീപ്പിൾ എല്ലാവരുടെയും യുണീക്കായതുകൊണ്ട്, എല്ലാവരും ഓരോരുത്തരും യുണീക്കായതുകൊണ്ട് അവരുടെ ഹാപ്പിനെസ്സിൻ്റെ റീസണും യുണീക്കാണ്. കുറച്ച് കൊച്ചു കാര്യങ്ങൾ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമായിട്ടിരിക്കാം. ഈ വറീസ് ഇല്ലാത്ത അവസ്ഥ സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ കാണും. കൊച്ചു പിള്ളേർക്ക് ഹോംവർക്കിൻ്റെ ടെൻഷൻ ആണെങ്കിൽ വലുതാവും തോറും മക്കളുടെ ടെൻഷൻ, ജോലിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞു വരും. സോ അങ്ങനെയുള്ള എന്തായാലും ഇവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളപ്പോൾ ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ്? ദാറ്റ് സംതിങ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് വെച്ചാൽ ലൈഫ് ഇങ്ങനെ വന്ന് പൊക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഒരു വേവ്സ് പോലെയാണ്. വന്ന് പൊങ്ങിയും താണുവാനും ലൈഫ്. നമ്മൾ അതിലൊക്കെ ഓരോ അല പോകുമ്പോഴും മുകളിലോട്ടും, ഓരോ ഇത് താഴോട്ട് വരുമ്പോഴും അതിൽ മുങ്ങി നടക്കാന്നാണെന്ന് നമുക്ക് പ്രശ്നമാവും. വറീസ് എന്ന് സന്തോഷമായാലും സങ്കടമായാലും മാറി മാറി വരുന്നുണ്ട്, സീസൺ വരുന്ന പോലെയാണ്. നമുക്ക് അതിനെപ്പറ്റി വേറൊന്നും ചെയ്യാൻ പറ്റില്ല. സീസൺ വരുന്നു, അല്ലെങ്കിൽ വെതർ ചേഞ്ച് ചെയ്യുന്നു, മഴ വരുന്നു, വെയിൽ വരുന്നു, നമ്മൾ അനുഭവിച്ചങ്ങ് പോകുന്നു. അതുപോലെ തന്നെ വറീസ് ആയാലും നല്ലതായാലും മോശമായാലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ ഇങ്ങനെ സ്കിം ചെയ്ത് പോവാം. അതിനൊന്നും ഒരുപാട് ഡീപ്പായിട്ട് അതിനെ ഫീൽ ചെയ്യാനോ വറി ചെയ്യാനോ നിൽക്കാതെ, ഇതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതും ഇന്ന് ഭയങ്കര വറീഡാണ് ഞാൻ, പക്ഷെ നാളെ ഇത് മാറും. നാളെ എന്ന് പറയുന്നൊരു സമയമുണ്ട്, സമയം കഴിയും തോറും നമുക്കിത് മാറും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രയാസം വരത്തില്ല. ഓരോ കൊച്ചു വറിക്കും പ്രയാസം വരത്തില്ല. ഇന്നത്തെ വറിയാണ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വറി. പക്ഷെ ഞാൻ ഇന്ന് ജീവിക്കുന്നു, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ വറി അതാണ്. നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ വെൻ യു ആലോചിക്കുമ്പോൾ പലതും വന്നു പോകും. ഇഫ് വി ക്യാൻ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ആലോചിക്കുക, ഇതൊക്കെ തന്നെയാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് വലിയ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കണ്ട എന്ന് വെച്ചാൽ യുൽ ബി ഹാപ്പി. സോ ബേസിക്കലി ദി അക്സെപ്റ്റൻസ് ദാറ്റ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, അതിൽ നമ്മൾ പുറത്തു വരും, അപ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ആ ഒരു അക്സെപ്റ്റൻസ് സത്യം പറഞ്ഞാൽ നമ്മളെ കുറേ ലിബറേറ്റ് ചെയ്യുന്നു.
പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ല, അത് പിന്നെ വലിയൊരു പുലിവാലാവും. എന്നുവെച്ചാൽ നമ്മുടെ ബിലീഫ്, ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും, മീറ്റിയോസ് പോലെ നമ്മുടെ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ. നല്ലതും ദോഷവും ചേർന്നത് എല്ലാം നന്നായിട്ട് വരില്ല. യു ഹാവ് ടു അക്സെപ്റ്റ് ദ ഗുഡ് വിത്ത് ദ ബാഡ്. അപ്പോൾ നല്ലത് മാത്രം പ്രതീക്ഷിക്കാൻ പറ്റില്ല, ചീത്ത മാത്രം പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായൊരു സാധനമാണ്. ഞാൻ ഇന്ന് എനിക്ക് വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആ ഫുള്ളി വിത്ത് ഓൾ മൈ സെൻസസ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് സന്തോഷം, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ കുറച്ച് വിഷമമായിരിക്കും, നാളെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും, അങ്ങനെ അങ്ങ് പൊക്കോളും. അപ്പോൾ ദുഃഖങ്ങൾ മാറിയിട്ട് ഞാൻ സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ മിക്കവാറും നടക്കില്ല, അത് നടക്കില്ല. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരു സാധനം സംഭവിച്ചു, ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവരത് അനുഭവിക്കേണ്ടി വന്നു, അവർക്കത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ദിവസത്തിൽ ചിലപ്പോൾ പ്രശ്നമൊന്നും കാണത്തില്ല, പക്ഷേ ഈ സംഭവം അവരുടെ മനസ്സിൽ ഇങ്ങനെ മുഴച്ച് നിൽക്കും. അത് കാരണം അവർക്ക് ആ സംഭവം ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ പോകും. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് വിട്ടുകളയാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്. അത് കോവിഡ് എന്ന് പറയുന്നതിനെ ഒന്ന് താങ്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് അന്നേ വരെ ഒരു കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വാസ് അഗെയിൻ എ സ്റ്റിഗ്മ, പോയാൽ എങ്ങനെയാന്നൊക്കെ. പക്ഷേ അന്ന് തൊട്ട് ഒരുപാട് പേർക്ക് മനസ്സിലായി ഇത് ആരോടെങ്കിലും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന്. പക്ഷെ സംസാരിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം, ജഡ്ജ്മെൻ്റൽ ആവാൻ പാടില്ല. അത് പേരൻസിനോട് സംസാരിച്ചാൽ അവർക്ക് അവരുടെ വശങ്ങളുണ്ട്. അപ്പം ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറപ്പി ചെയ്യുന്നവരൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിൽ തന്നെ അത് തീരും. ഇങ്ങനെയാണ് ഓരോന്ന് പറയുമ്പോൾ, വെളിയിലൊരാളോട് പറയുമ്പോൾ ആ വെളിയിലൊരാളുടെ വ്യൂ കിട്ടുകയാണ്. എൻ്റെ മാത്രമല്ല, ഞാനിങ്ങനൊരു ജീവിതം എന്ന് പറഞ്ഞൊരു ബോക്സിൽ ജീവിക്കുന്നു. വെളിയിൽ നിന്ന് ഒരാൾ പറയാം, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതല്ലേ വളരെ സിമ്പിൾ സൊല്യൂഷൻ അല്ലേ എന്ന് പറയുമ്പോൾ, ഓ ശരിയാണല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെ വറി ചെയ്യുന്നത്. അല്ലെങ്കിൽ സംസാരിച്ച് തീരുമ്പോൾ തന്നെ ആ ടെൻഷൻ അവിടെ തീരും. അപ്പോൾ ഇപ്പം അഭി പറഞ്ഞ പോലെ പലതും മനസ്സിൽ വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഇതുപോലെയാണ്, ആപ്പ് പോലെയാണ്, അത് ഷട്ട് ഡൗൺ ആവുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് തെറപ്പി ഉണ്ട്, ഒരുപാട് ടെക്നീക്സ് ഉണ്ട് വേർ ദിസ് ക്യാൻ ബി റെമഡീഡ്. ഇത് വെച്ചുകൊണ്ടിരിക്കണം എന്നില്ല, നമ്മുടെ ബാക്ക്ലോഗ് പോലെയാണ്. ഫോർ എക്സാമ്പിൾ, പണ്ട് നടന്ന ഒരു എക്സ്പീരിയൻസ്, ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, ഒരുപാട് കൗൺസിലിംഗ് അങ്ങനെ വരാറുണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് ആവുമ്പോൾ എനിക്ക് പഴയത് മറക്കാൻ പറ്റുന്നില്ല, പഴയ കാര്യങ്ങൾ മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല. 2 വർഷം 3 വർഷം. പക്ഷേ ഇപ്പം ഞാൻ ചോദിച്ചു, അതിൽ ആ മൂവ് ഓൺ ചെയ്യാത്ത എന്താണ്, വാട്ട് മേക്സ് യു സ്റ്റിക്ക് ദെയർ? അപ്പോൾ അല്ല, അത് അന്നത്തെ നല്ല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നല്ല കാര്യങ്ങളാണെങ്കിൽ ട്രഷർ ചെയ്യൂ, കീപ്പ് ഇറ്റ്, യുനോ, അത് കളയേണ്ടതിന് നല്ല ദിവസങ്ങളായിരുന്നു, എന്തിനു കളയണം, നമ്മുടെ സമയമല്ലേ. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മൂലയ്ക്ക് അവിടെ വെച്ച് സന്തോഷിക്കണം. പക്ഷേ ലൈഫ് ഈസ് മൂവിങ്, ടൈം ഈസ് പാസിങ്. ചിലപ്പോൾ അവർക്ക് ആ ഒരു മൊമെന്റ്സ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ഉണ്ടാവില്ലായിരിക്കും. മറ്റേ ആളില്ലാന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്കിനി ഒരിക്കലും ഹാപ്പൻ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ലിമിറ്റഡ് ബിലീഫ് ആയിരിക്കില്ലേ? ആയിരിക്കും, തീർച്ചയായിട്ടും. ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് എനിക്ക് ശരിയായിട്ടുള്ളത്, ഇനി ഒരിക്കലും എനിക്കത് വരില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവാതിരിക്കും. ഒരു ഓപ്പൺ അല്ലെങ്കിൽ ലൈഫ് വിൽ നോട്ട് ഗിവ് യു എനി ചാൻസസ്. നമ്മൾ ഓപ്പൺ ആവും തോറും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, വേറെ ആളെ കാണാനോ അല്ലെങ്കിൽ പരിചയപ്പെടാനോ. ധൃതിയാർക്ക് ഒന്നുമില്ല, ബട്ട് കീപ് യുവർ സെൽഫ് ഓപ്പൺ. മറ്റേത് ക്ലോസ് ആയി എന്ന് ഷുവർ ആണെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പ് ഇനിയും തിരിച്ചു വരില്ല, അല്ലെങ്കിൽ തിരിച്ച് ആ ആളുടെ കൂടെ എനിക്കൊരു റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് പിന്നെ നമ്മൾ ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിൽ യു ആർ സ്റ്റക്ക്. ഞാൻ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാനായിട്ട് ഐ ഡ്രോ പിക്ചേഴ്സ് ഓൺ കാണിക്കാനായിട്ട്. നിങ്ങൾ ഇങ്ങനൊരു വാലിയിലാണ്, യു ആർ സ്റ്റക്ക്, ഇവിടെ നിൽക്കുകയാണ്, ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക, മുമ്പോട്ട് വഴി കിടപ്പുണ്ട്, പക്ഷെ നിങ്ങളിതാ ഇവിടെ വന്ന് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പം മുമ്പോട്ട് എങ്ങനെയാണ്, അയ്യോ എനിക്ക് പോകണം, ഞാനിവിടെ സ്റ്റക്കായ, ശരി എങ്ങനെയാണ്, ദെൻ ദ കോൺവെർസേഷൻ. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഞാൻ എവിടെയോ സ്റ്റക്കാണ്, ഈ ടൈം സോണിൻ്റെ ഇടയ്ക്ക് എവിടെയോ സ്റ്റക്കായിപ്പോയി, പക്ഷെ ജീവിക്കുന്നില്ല, ദിവസങ്ങൾ കടന്നു പോകുന്നു, പക്ഷെ ഐ എം സ്റ്റക്ക്. ആൻഡ് ആ ഒരു റിയലൈസേഷൻ അത് മനസ്സിലായി കഴിയുമ്പം ഞാൻ എന്ത് ചെയ്യണം? Then I said, what excites you? What do you want to look forward to? What kind of person do you want? എങ്ങനെ ഉള്ള ആൾക്കാർ വേണം, എങ്ങനെ? ഞാൻ ഫ്രണ്ട്സ് മതി, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഇനി ഇപ്പോഴെങ്ങും വേണ്ട. ലുക്ക് അറ്റ് ഫ്രണ്ട്സ്. അങ്ങനെ പറഞ്ഞിട്ട് ദേ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ്, ദേ ഓപ്പൺ അപ്പ് ടു ന്യൂ ഫ്രണ്ട്ഷിപ്സ്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഐ മെറ്റ് എ വെരി നൈസ് പേഴ്സൺ,
നന്നായി, സന്തോഷം എന്ന് പറയും. ആ സ്റ്റക്കായിട്ടിരിക്കുന്നിടത്തു നിന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെയൊക്കെ ജോലി, ഞങ്ങളുടെയൊക്കെ ജോലി അത് തന്നെയാണ്. ഓക്കെ, അവിടെ എനിക്കൊരു പോയിന്റ് ചോദിക്കാനുള്ളത്, മേ ബി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഈ പറയുന്ന സ്റ്റക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് വന്ന പോയ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇയാളെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക ഹാപ്പിനെസ്സിലേക്ക്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ക്ലോസ്ഡ് ആയിരുന്നു, അവരിത്തിരി ഓപ്പൺ അപ്പ് ആക്കിയ അയാളായിരുന്നു, എന്നിട്ട് അയാൾ പോയപ്പോൾ ആ താക്കോലോടുകൂടെ അങ്ങ് പോയി. സോ ദർ ആർ പീപ്പിൾ, അവരുടെ കയ്യിൽ നിന്ന് അവരുടെ സന്തോഷത്തിന്റെ താക്കോൽ അവർ വേറൊരാളിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ അത് തിരിച്ച് അത് ആയിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ വയ്യ. പക്ഷേ അത് നമ്മൾ തിരിച്ച് എങ്ങനെ എടുക്കും, അത് നമ്മൾ എങ്ങനെയാണ് സ്വയം അത് ഉപയോഗിക്കാനും എല്ലാം പറ്റുക? ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച ചില ആൾക്കാർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആ താക്കോൽ കൊടുക്കും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആവും, അങ്ങനെ ആയിപ്പോവും. അല്ല, നമ്മൾ ആദ്യം അഭി ചോദിച്ചില്ലേ നമ്മളെങ്ങനെ ഹാപ്പി ആവും എന്നുള്ളത്. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നു എന്നൊരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ലൈഫ് വിൽ ബി മച്ച് ഈസിയർ. അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമാണ്. അത് അല്ല, ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏജ് എത്തിയോണ്ടും കൂടെയാണ് വളരെ എളുപ്പമാണെന്ന് പറയുന്നത്. ബിക്കോസ് അവിടം വരെ എത്താനുള്ള പ്രയാസമായിരുന്നു. പക്ഷെ എൻ്റെ കൗൺസിലിങ്ങിലായാലും ടോക്സിലായാലും ഞാൻ എപ്പോഴും ഞാൻ സജസ്റ്റ് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലാണ് സന്തോഷം. ഞാൻ തീരുമാനിക്കണം ആദ്യം, ഞാൻ സന്തോഷിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ സന്തോഷിക്കാൻ. വേറൊരാളുടെ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ താക്കോല് കൊടുത്തിട്ട് പിന്നെ അയ്യോ അവരെന്ത് ചെയ്യും, എന്തിനാണ് ആ പവർ വേറൊരാൾക്ക് കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ളവരെ നോക്കണ്ട, അറഗൻ്റ് ആയിട്ടിരിക്കണം, അഹങ്കാരം കാണിക്കണം എന്നൊന്നുമല്ല അർത്ഥം. പക്ഷേ വേറൊരാൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടു, അതെന്തിന്? അതിന് വഴിവെക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൊളീഗാണെന്ന് ആലോചിച്ചോളൂ. അങ്ങനെയും പലരും പറയുന്നത് ദേ ബിഹേവ്ഡ് വെരി ബാഡ്ലി. അപ്പം ഞാൻ ചോദിക്കും, എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാനാ? സംതിങ്. എപ്പോഴും നമുക്കൊരു ചോയ്സ് ഉണ്ട്. അത് നമ്മൾ ആ ചോയ്സ് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കോർപ്പറേറ്റിൽ ഒരാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോട്ടെ, എൻ്റെ ടീം ലീഡാണ്, ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് വെച്ചോളൂ, നമ്മുടെ ബോസാണ്, നമ്മളൊന്നും മിണ്ടുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം മോശമായിട്ട് സംസാരിച്ചു, ഏനോ ആ സമയത്തൊന്നും മിണ്ടാതിരുന്നാൽ നമ്മൾ വേറൊരാൾക്ക് ആ പവർ കൊടുക്കുകയാണ്. തേർഡ് ടൈം ഹിൽ ഡു ഇറ്റ് അഗൈൻ, ഹി ഓർ ഷീ. അപ്പം എന്ത് പറ്റും? ചെയ്യുന്ന ഒരേ സാധനം നമ്മളോട് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചാൽ വേറൊരാൾക്ക് ശീലമാവുകയാണ്. നമ്മൾ എപ്പോഴും ഒരു ഡോർമാറ്റ് പോലെ ഇരിക്കും. അതർവൈസ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എക്സ്ക്യൂസ് മീ, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ എന്ത് ചെയ്തോ ചെയ്യാതോ ആണ്, കാര്യം പറയും. മോശമായിട്ട് സംസാരിക്കേണ്ട, നല്ല വേർഡ്സ് ഉപയോഗിച്ച് സംസാരിച്ചാൽ മതി. ഐ എം റെഡി ടു ലിസൺ. ഫീഡ്ബാക്ക് ഞാൻ എടുത്തോളാം, പക്ഷെ ഡോണ്ട് ബിഹേവ്. അങ്ങനെ തിരിച്ച് റീസണബിൾ ആയിട്ട് പറയാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഒരു കോൺഫ്രണ്ടേഷൻ, ഒരു ഹെൽത്തി ഡിസ്കഷൻ പറഞ്ഞാൽ മതി. ഇപ്പം എല്ലായിടത്തും നമ്മൾ ഫീഡ്ബാക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നവരാണ്. ഇന്നിപ്പം പണ്ടത്തെ പോലെ എൽഡേഴ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ മിണ്ടില്ല, അങ്ങനെയുള്ളൊരു കാലമൊന്നുമില്ല. ഏറ്റവും ഒരു കൊച്ചുകുഞ്ഞു പോലും ആൻറ്റി ഇത് ചെയ്താൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ശരിയാ മോനെ, ശരിയായില്ല എന്നാൽ പറഞ്ഞു തരൂ. അത് ഹെൽത്തി രീതിയാണ്. പക്ഷേ ദ ആക്ഷൻ ദാറ്റ് യു നീഡ് ടു ടേക്ക്, എനിക്ക് എൻ്റെ ടീം ലീഡാണ്, മിണ്ടാൻ വയ്യ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വളരെ പാവമാണ് എന്ന് പറഞ്ഞ് എനിക്കുണ്ടായിരുന്ന ചോയ്സ് ഉണ്ട് മിണ്ടാൻ എന്നുള്ളത്, അല്ലെങ്കിൽ തിരിച്ചു പറയാന്നുള്ളത്. ആ ചോയ്സ് ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ then you give away your power to somebody. ഇപ്പോൾ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമുക്കിപ്പോൾ വീട്ടുകാരുടെ അടുത്ത് എത്ര വേണോ പറയാനൊക്കെ പിന്നെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തുറന്ന് സംസാരിക്കാനൊക്കെ അവരിപ്പം കുറേ കൂടെ ഓപ്പണായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഇപ്പം ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ വന്നതിന് ശേഷം വീട്ടുകാരെല്ലാം ഇരുന്ന് ചോദിക്കണം, മക്കളെ എന്തെങ്കിലും ഉണ്ടോ പറയാമെന്ന് പറഞ്ഞു. ഇപ്പം ആൾക്കാർക്ക് പൊതുവേ ടീനേജേഴ്സിനും യങ് അഡൾട്ട്സിനും പ്രശ്നം മുതിർന്നവരുടെ അടുത്ത് സംസാരിക്കാനല്ല, കൂടെയുള്ള കുട്ടിയുടെ അടുത്ത് അത് ചെയ്ത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ ഒരു സ്പേസ് അവർക്ക് പറ്റുന്നില്ല. കാര്യം അത് പോയാലോ എന്നുള്ളൊരു പേടി. അങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ പറ്റില്ല, വളരെ ടു സെൻസിറ്റീവ് ആണ് പറയാനുള്ളത്.
അതെ. അത് ശരിയാണ്. അത് ഞാൻ ഈ കോർപ്പറേറ്റ്സിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്സ് എടുക്കും. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അവർ ലൈഫാണ്. എനി ട്രാൻസാക്ഷൻ ഓക്കെ. ബേസിക് യൂണിറ്റ് ആണ് വെച്ചാൽ, ഞാൻ റിലേഷൻഷിപ്സ് ആയാലും എൻ്റെ കരിയർ ആയാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരം മാത്രമല്ല. ഈവൺ ഇഫ് നമ്മൾ സംസാരിക്കാതിരുന്നാൽ പോലും ദാറ്റ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ. ഞാൻ വളരെ രൂക്ഷമായിട്ട് ഞാൻ അബിയെ നോക്കിക്കൊണ്ട് മിണ്ടാതിരിക്കാന്ന് വെച്ചോളൂ, ദാറ്റ് ഇസ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ അത് പറയാൻ നമുക്ക് അറിയണം, ഒരു പറയുന്ന രീതിയിൽ അറിയണം. ദേഷ്യപ്പെട്ടും അങ്ങനെയല്ല, പക്ഷെ സംയമനം പാലിച്ച് വളരെ ഇതായിട്ട് പറയാനുള്ള രീതിയിൽ പറഞ്ഞാൽ. ഈ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഫീലിംഗ് എങ്ങനെ, അത് കഴിഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. ഇയാള് പോയാൽ ഇതോടെ അങ്ങ് പോയാലോ എന്നുള്ളൊരു പേടി അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഞാൻ അവിടെ കണക്ട് ആയി. അതെ, ശരിയാണ്. ആ പവർ വേറൊരാൾക്കാണ് കൊടുക്കുന്നത്. നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ളത്, അത് നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് നല്ലോണം പലതും താങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് അവർ ഹോബീസ്. നമുക്ക് എന്തൊക്കെ ഹോബീസ് കൊണ്ടിട്ട് ഇത് കുറച്ചുകൂടെ നേർച്ചർ ചെയ്യുക എന്നുള്ളത് പറ്റുമായിരിക്കും. ഈ ഹാപ്പിനെസ് നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കുക. ഒരാൾ പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ചെല്ലാൻ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു കാര്യം എനിക്ക് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞത് ആ ഒരു പോയിന്റാണ്. നമുക്ക് വേറൊരാളെ വേഗം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഫ്രണ്ട് ആണെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. പക്ഷെ അവരുണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞ് അവരുടെ മുഖം ഒന്ന് വാടിയാൽ ഇനി എൻ്റെ അവർ തിരിച്ചു വരില്ല, അങ്ങനെയുള്ളതല്ല. ആ മെൻ്റലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കപ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്ന ആൾക്ക്. മൈ റെസ്പോൺസിബിലിറ്റി ഈസ് ദാറ്റ് ഞാൻ വളരെ ഫെയർ ആയിട്ടുള്ള കാര്യം പറയണം, ഞാൻ ഹേർട്ട് ചെയ്യാൻ പാടില്ല. ആ റെസ്പോൺസിബിലിറ്റിയും കൂടെ എടുത്തു വേണം പറയാൻ. എനിക്ക് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ആൻഡ് ഐ സ്റ്റേറ്റ്മെന്റ്സ്, എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞാൽ, ഇപ്പം അബി എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ യു ഡിഡ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം ഇഫ് ഐ ടെൽ യു അബി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ, അബി അങ്ങനെയൊന്നും വിചാരിച്ചില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആ വേർഡ് എന്തോ ഭയങ്കര വിഷമമായി. സോ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് യു. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു മനസ്സിൽ, ഓ ഞാൻ വീക്കാണെന്ന് വന്നാലോ, ഞാൻ വൾണറബിൾ ആണെന്ന് വന്നാലോ, ഈ റിലേഷൻഷിപ്പിൽ എൻ്റെ ഒരു പവർ ഞാൻ വിട്ടുകൊടുക്കല്ലേ എന്ന് തോന്നിക്കൂടെ? തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൺട്രോൾ നമ്മളെയും വല്ലാണ്ട് കൺട്രോൾ ചെയ്യുന്നു. കുറച്ച് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ എം റെഡി. വൾണറബിലിറ്റി എന്ന് പറയുന്നത് തീരെ മോശമായിട്ടൊരു കാര്യമല്ല. വൾണറബിൾ ആയിരിക്കണം. റിലേഷൻഷിപ്സിൽ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ആ റിലേഷൻഷിപ്പിന് ഒരു ഡെപ്തും കാണില്ല. ഒരു ക്രിറ്റിസിസം പറഞ്ഞാലോ, ക്രിറ്റിസിസം എന്ന് വേണ്ട, ഫീഡ്ബാക്ക്, ലെറ്റ്സ് യൂസ് എ വേർഡ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കൊടുത്താൽ അത് വലിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് കൊടുക്കാനും പറ്റണം, എന്താ പറയാ, കൊടുക്കാനും പറ്റണം, കൊള്ളാനും പറ്റണം എന്ന് പറയും. ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മാത്രം മതി, കൊള്ളാൻ എനിക്ക് പറ്റില്ല. അത് പറ്റില്ല. അങ്ങനെ നമുക്കൊരു വൺ സൈഡഡ് ആയിട്ട് പറ്റില്ലല്ലോ. പക്ഷെ കൊടുക്കാനും അത് എടുക്കാനും നമുക്ക് പറ്റുമ്പോൾ, ആൻഡ് വി ആർ സ്ട്രോങ് ഇനഫ് ടു മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക ഒരു ഫീഡ്ബാക്ക്. എല്ലാം എടുക്കണം എന്നുമില്ല. എവിടെയാണ് ഞാൻ വീക്കാവുന്നത്, എൻ്റെ പവർ പോകുന്നത്, എന്നോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ ഞാൻ എടുക്കും. എനിക്ക് ആലോചിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, ഇത് ഞാൻ ശരിയാണോ. ഞാൻ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഐ വാസ് വെരി സെൽഫ് കോൺഷ്യസ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഞങ്ങളെ സഹായിക്കാനായിട്ട് അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ, സിന്ധു, യു ആർ ടു കോൺഷ്യസ് അബൌട്ട് യുവർ ഡ്രസ്. ആ ഉടുപ്പ് എന്തിനാ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ചെയ്യുന്നുണ്ടോ? ശരി, ഓർമ്മയില്ല അല്ലേ, എന്നാ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കത് വളരെ, ഞാൻ പറഞ്ഞു താങ്ക് യു കേട്ടോ, ഇന്ന് ഞങ്ങൾ ഏതൊരു വലിയ ഹെഡ്. ആൻഡ് ദെൻ പിന്നെ തൊട്ട് ഐ ഡിസൈഡഡ് ദാറ്റ് ഞാൻ കോൺഷ്യസ് ആയി, ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. ഞാനെന്നുള്ള വ്യക്തിയിൽ നിന്ന് എൻ്റെ ഫോക്കസ് അങ്ങ് പോയി. എൻ്റെ ഫോക്കസ് എൻ്റെ ഓഡിയൻസ് ആയി. അങ്ങോട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് വലിക്കുന്നു ഒന്നും പ്രശ്നമല്ല എനിക്ക്. ബിക്കോസ് എൻ്റെ ഫോക്കസ്, എൻ്റെ അറ്റൻഷൻ ഇസ് ഓൺ ഹൂ ഇസ് ഓൺ ദ അതർ സൈഡ്. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്ന മനസ്സ് നമുക്ക് വേണമെങ്കിൽ ശരിയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് മലീഷ്യസ് ആയിട്ടോ വളരെ നമ്മളെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ താങ്ക്സ് ബട്ട് നോ താങ്ക്സ് എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റണം. നോ അതിൻ്റെ ഡിഫറൻസ് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത് നമുക്ക് വിവേകം
എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാവണം. അതെനിക്ക് തോന്നുന്നു കുറെ മിസ്റ്റേക്സ് ഒക്കെ പറ്റി കുറച്ച് അതിൽ നിന്നൊക്കെ പഠിച്ച് അത്രേ ഉള്ളൂ. ഒരു സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സ് പറയുന്നതോ ഇപ്പോഴത്തെ പേരൻസ്, ഇപ്പോഴത്തെ ഒന്നല്ല പണ്ടത്തെയും പേരൻസ് പറയുന്ന ഒന്നും തെറ്റിക്കാൻ പാടില്ല, ക്ലാസ്സിലൊന്നും തെറ്റിക്കാൻ പാടില്ല, 10ൽ 9 മാർക്ക് കിട്ടിയ ആ 1 മാർക്ക് നീ അവിടെ കൊണ്ട് കളഞ്ഞു എന്ന് ചോദിക്കുന്നൊരു കാലഘട്ടം ഇപ്പം അത്രയും ഇല്ല. എങ്കിലും അങ്ങനെ വാശി പിടിക്കുന്ന ആൾക്കാർ. അപ്പോൾ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോഴേ വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെറ്റുകളെ പാടില്ല. അതെ, അതും ഈ ഞാൻ വളരെ ഇപ്പോൾ ഒരു സങ്കടമാണ് പലരും ഇങ്ങനെ പറയും, എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി. ഞാൻ പറ്റിക്കോട്ടെ, എന്നിട്ട് ഭൂമി ഒന്നും പറ്റിയില്ലല്ലോ, ആകാശം ഇടിഞ്ഞു വീണൊന്നുമില്ലല്ലോ, ഒരു ചെറിയ തെറ്റ്, അതിൽ നിന്ന് എന്ത് പഠിച്ചു? അത് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു ഞാനാണ്. സോ വിച്ച് ഇസ് ഗുഡ്. മനസ്സിലായി. തെറ്റുകളെ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന, അങ്ങനെ പേരൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടികൾ വലുതാവുമ്പം വളരെ ബുദ്ധിമുട്ടും. എന്നുവെച്ചാൽ തെറ്റ് പാടില്ല. അവർ ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ് അവർ കൊച്ചിലേ ഉണ്ടാക്കിയെടുക്കുന്നത്. തെറ്റുകൾ ചെയ്യാം, fall down 7 times, you get up 8 times എന്നുള്ള ഒരു ഇത് മനസ്സിൽ വെക്കുകയാണെങ്കിൽ തെറ്റിയോ സാരമില്ല, ഞാൻ അതിൽ നിന്ന് എന്ത് പഠിച്ചു, എന്ത് മുമ്പിലോട്ട് പോയി. അപ്പം നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെയിലി തിങ് ആവും. ഓക്കെ, നമുക്ക് തെറ്റുകൾ ഇന്ന് മണ്ടത്തരം കാണിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു, പൈസ പോയി, പോട്ടെ, നാളെ ഞാനത് ചെയ്യില്ല, ആൻഡ് ദെൻ മൂവ് ഓൺ. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ അതിനെപ്പറ്റി വറി ചെയ്യുന്നില്ല, എൻ്റെ ഈഗോ ഹേർട്ടല്ല, ദെൻ യു ആർ ഹാപ്പി. ചില ആൾക്കാർ സ്വന്തം സന്തോഷം ഒരു ഒരു ആൾക്കാരിൽ നിന്ന് ചിലപ്പോൾ അവർ സ്വയം പിടിക്കുന്നതിന് പകരം കരിയറിലോട്ടും കാശ് എത്ര സമ്പാദിക്കുന്നു എന്നുള്ളതിലോട്ടും മാറ്റി വിടാറുണ്ട്. ഇപ്പം മാഡത്തിൻ്റെ അതിൽ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും അത് നല്ലതാണോ? അത് നമ്മളിൽ നിന്ന് തന്നെ ഉള്ളത് തന്നെയാണ്, നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാശൊക്കെ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഹാപ്പിനെസ് പ്രൊജക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമോ? ഒരു ഗോൾസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമുക്കൊന്നും മോട്ടിവേറ്റഡ് ആവാനായിട്ട്, ഒരു ജീവിതത്തിനൊരു പേർപ്പസ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ചിന്താഗതിയിൽ ഒരു ദിവസം സന്തോഷമായിട്ട് രാത്രി മൈ ഫാമിലി ഈസ് സേഫ്, ഐ എം സേഫ്, വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ഉറങ്ങാൻ പറ്റിയ, ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. പക്ഷെ ഒരു ഗോൾ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ കരിയറിൽ അതാവണം, ഇതാവണം, അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കണം, കോടികൾ ഉണ്ടാക്കണം, അതിലെന്താ തെറ്റ്? ഒട്ടുമില്ല. അത് മോട്ടിവേറ്റ്സ് യു ടു യൂസ് യുവർ പൊട്ടൻഷ്യൽ. ഒരു നമ്മൾ സാധാരണ ഉള്ളതിനേക്കാൾ സ്ട്രെച്ച് ചെയ്യാനും അച്ചീവ് ചെയ്യാനും ഒക്കെ ആൾക്കാർക്ക് ഐഡിയാസും എല്ലാം നല്ലതാണ്. പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം സീറോ. ഓക്കെ, ചില ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു ഒബ്സെഷൻ വരും അവിടെ. അത് മാത്രം, അത് കഴിഞ്ഞിട്ടേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ വേറെ ചുറ്റുമുള്ള എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലും അതൊന്നും കാണുന്നില്ല. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വിമൻ ഉണ്ട്, ഒരാൾ മാത്രമല്ല. പക്ഷെ അവർ ഫാമിലി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം പാരലായിട്ട് കൊണ്ടുപോകാതെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ ചിലപ്പം ഫാമിലി റിലേഷൻഷിപ്സ് ഒരു വഴിയായിരിക്കും ഒക്കെ. അപ്പം നല്ലതും ചീത്തയൊന്നുമില്ല. എനിത്തിങ് ഇൻ മോഡറേഷൻ ഇസ് ഗുഡ്. എനിക്ക് തോന്നുന്നു ഈ ഫിനാൻഷ്യൽ ഗോൾസ് ആയാലും കരിയർ ഗോൾസ് ആയാലും അച്ചീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് നല്ലത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നല്ല കോമ്പറ്റീഷനാണ്. അപ്പം നല്ലൊരു ഇന്നർ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പല ഹൈറ്റ്സിൽ എത്തണം എന്ന് നമുക്ക് പറ്റുള്ളൂ. ഇന്ന് അതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ദേ ഷുഡ് ഗോ ഫോർ ഇറ്റ്, ബട്ട് ദെൻ ദാറ്റ് ഷുഡ് നോട്ട് ബിക്കം യുവർ ലൈഫ്. അത് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് വരുമ്പോഴാണ് നമുക്കത് പ്രശ്നമാകുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്സേ പാടില്ല. ഒരു വർത്ത് വൈൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് തെറ്റുകൾ പറ്റും. തെറ്റി ട്രയൽ ആൻഡ് എറർ ആണ് നമ്മൾ അച്ചീവ് ചെയ്യുക. അതിനുള്ള മനസ്സും ഉണ്ടാവണം. ദാറ്റ്സ് ഓക്കെ, ഐ ലേൺ ഫ്രം ഇറ്റ്. ജീവിതം എന്ന് ഇപ്പം നമ്മൾ ഇവോൾവ് ചെയ്താണ്, നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് ഇന്ന് വരെ നമ്മൾ ഇവോൾവ് ചെയ്താണ് വന്നതെന്നാണ് പറയുന്നത്. അവർ എവല്യൂഷൻ ഹാസ് നോട്ട് സ്റ്റോപ്ഡ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ സോളിൻ്റെ ഒരു എവല്യൂഷൻ ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അപ്പം ഇതൊക്കെ നമ്മളൊരു ലൈഫിനെ ഒരു സ്കൂളായിട്ട് കാണുകയാണെങ്കിൽ ഹിയർ വി ആർ ലേണിംഗ്, മേക്കിംഗ് മിസ്റ്റേക്സ് ആൻഡ് ദെൻ ലേണിംഗ് ഫ്രം ഇറ്റ്. അപ്പോൾ ഇവോൾവ് ചെയ്ത് തോറും നമുക്ക് അച്ചീവ്മെൻറ്റും അച്ചീവ് ചെയ്യാനുള്ള ഇതും കൂടും. മോട്ടിവേഷൻ വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ വേണ്ടി വരില്ല, ഇന്നർ മോട്ടിവേഷനാണ്. ഇറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉള്ളത്, അവർ മിക്ക ആൾക്കാരും പഠിച്ചൊരു ജോലി മേടിക്കും, അതിലവർക്ക് ഹാപ്പിനെസ് ഇല്ലാന്ന് കണ്ടെത്തുന്നു. എന്നിട്ട് അവരുടെ ഒരു പാഷൻ അവർ കണ്ടിട്ട് അവർ വിചാരിച്ച അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. ഇത് കളഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ട് അവിടെ എത്തുമ്പോഴായിരിക്കും, ഫോർ എക്സാമ്പിൾ ആക്ടിങ്ങിൽ എത്തുമ്പോഴായിരിക്കും ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ഡൗണിലേക്ക് പോകും.
അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഐഡിയാസ് അല്ലെങ്കിൽ മോശമാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ ചെയ്യരുതെന്നോ പറയാൻ ചെയ്യില്ല. ഞാൻ ഇതുപോലെ നല്ലൊരു ജോലി ഉള്ളപ്പോഴാണ് ട്രെയിനിങ്ങിന് പുറപ്പെട്ടത്. അപ്പോൾ അന്ന് എൻ്റെ ഫാമിലി ചോദിച്ചു, വേണോ, ഒരു ജോലിയുണ്ട്, ഇതെല്ലാം കളഞ്ഞിട്ട് പോണോ? അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഐ വിൽ റിഗ്രറ്റ് ഇറ്റ്. ഓക്കെ. ഇതാണ് എൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ ചോയ്സ് എന്നുള്ളത്. ദിസ് ഇസ് വാട്ട് ഐ ഡു ബെസ്റ്റ് ആൻഡ് ഐ വോണ്ട് ടു ഡു ഇറ്റ്. അപ്പോൾ അത് പറയാനില്ല. പക്ഷെ അത് എളുപ്പമല്ല. അതെ അതെ അതെ. നമ്മൾ ഐഡിയ ലെവലിലോ എക്സൈറ്റ്മെന്റ് ലെവലിലോ ഉണ്ട്, അതേപോലെ ഒരു പ്രാക്ടിക്കൽ സൈഡും കൂടെ വേണം. ഷുഡ് ബി ഗ്രൗണ്ടഡ്. ഞാൻ ഇറങ്ങിയാൽ എങ്ങനെയാണ്, എനിക്ക് 6 മാസം 1 വർഷമാണ് എൻ്റെ ഒരു പാഷൻ ഞാൻ എന്നെ പെർസ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ എൻ്റെ ഏർണിംഗ് എന്തായിരിക്കും. അപ്പോൾ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ആലോചിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി ഇറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഒരുപാട് പേര് എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഉണ്ട്, അവർ കുറച്ച് നാൾ മാറി നിൽക്കും, അവർ പല കാര്യത്തിനും വേണ്ടി മാറി നിൽക്കും. അപ്പോൾ എത്ര നാളാണ് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്? നോക്കട്ടെ, ലെറ്റ് മീ സീ ഹൗ ദിസ് ഗോസ്. എനിക്കിതിൽ സക്സസ് ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. അത് തീരുമാനിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട്? പാഷൻ. പക്ഷെ പാഷൻ എന്ന് മാത്രം പറഞ്ഞിട്ട് എന്താ പറയുക, മുകളിലോട്ട് നോക്കി നടക്കുക, താഴെയുള്ള കുഴിയൊന്നും കാണാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിയിൽ നിന്ന് പെടുമ്പോഴായിരിക്കും അറിയുക എങ്ങനെയുള്ളത്. അപ്പോൾ ഐഡിയാസ് മാത്രമല്ല, എ ലോട്ട് ഓഫ് പ്ലാനിങ്, എ ലോട്ട് ഓഫ് വർക്ക് നീഡ്സ് ടു ഗോ ഇൻ ടു ദാറ്റ്. ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കിത് സംഭവിച്ചല്ലോ, പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരോ അല്ലെങ്കിൽ ആദ്യത്തെ മാരേജ് മോശമാകുമ്പോഴോ വല്ലോ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിക്കിത് സംഭവിച്ചല്ലോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളതിനെക്കാട്ടി അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ലൈഫ് മുന്നോട്ടുണ്ടോയെന്നോ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർ ഡ്രീം അത്രമാത്രമായിരുന്നു. അപ്പം അത്രയും കുഴി കിടക്കുന്നവർക്ക് ക്യാൻ യു ടെൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർക്ക് ഇങ്ങനൊന്ന് ചെയ്തു നോക്കുക, ഇങ്ങനൊന്ന് ചെയ്തു, അങ്ങനെ ഒരു രീതിയിലൊന്ന് പറയാൻ പറ്റുമോ എന്തെങ്കിലും? ഒന്ന്, എനിക്കിത് സംഭവിച്ചല്ലോ, നല്ലത് വരുമ്പോൾ നമ്മൾ എനിക്കിത് സംഭവിച്ചോന്ന് ചോദിക്കാറില്ല. മോശം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഈശ്വര എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ, ഞാൻ മാത്രമല്ല. നമ്മളൊന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, മേ ബി യു ആർ ഇൻ എ ബെറ്റർ പ്ലേസ്. പിന്നെ വിഷമമുണ്ട്, യെസ് എനിക്കിത് സംഭവിച്ചു, നല്ല ഇൻറ്റൻഷൻസും ചിലപ്പോൾ നന്നായിട്ട് വളരെ സ്നേഹമായിട്ട് എന്നെ ഒരാൾ ചതിച്ചു എന്ന് പറയുമ്പോൾ അത് ഓവർകം ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അത് നമ്മുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ എന്തോ കുഴപ്പം കൊണ്ടാണോ അവർ ചെയ്തത്, ഇങ്ങനത്തെ ഒരുപാടുണ്ട്. ഒന്ന്, മോശമായിട്ട് വേറൊരാൾ ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചതാണെങ്കിൽ ദാറ്റ് ഈസ് ദെയർ പ്രോബ്ലം എന്ന് പറയാനുള്ളൊരു അല്ലെങ്കിൽ അറിയാനുള്ളൊരു ഇത് വേണം. ഇത്രയും വിഷമമാണ്, ഞാനിവിടെ ഇരുന്നാൽ ഇത് നഷ്ടം എനിക്ക് മാത്രമാണ് ആണല്ലോ. ഇനിയിപ്പോൾ ഞാൻ ലൈഫ് മുഴുവൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കുകയാണെങ്കിൽ നഷ്ടം എനിക്ക് മാത്രമാണ്. എന്നെ വിഷമിപ്പിച്ചിട്ട് പോയ ആൾ അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് കഴിയുന്നു. മൈ ഹാപ്പിനെസ്, അഗൈൻ വി കം ബാക്ക് ടു ദ സെയിം തിങ്. എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത് ഐ നീഡ് ടു ഡിസൈഡ്. ആ കുറച്ച് നാളൊക്കെ നമ്മൾ വളരെ വിഷമിച്ചൊക്കെ ഇരിക്കും, ബട്ട് ആഫ്റ്റർ സം ടൈം ഒരു വൂണ്ടും ഇല്ല, ടൈം ഹീൽ ചെയ്യാത്തൊരു വൂണ്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ദേ ക്യാൻ ടോക്ക് ടു സംബഡി, ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടിൻ്റെ അടുക്കെ സംസാരിച്ച് തീരുമ്പോൾ ചിലപ്പോൾ തീരും. രണ്ടാമത്, എന്താണ് ആക്ച്വലി ഈ ഇങ്ങനെ വിഷമിച്ചിരിക്കുക, എന്നോടിത് ചെയ്തല്ലോ, അവരുടെ മേ ബി അവരുടെ ഇമോഷൻസ് ആയിരിക്കില്ല, ഈഗോ ആയിരിക്കും കൂടുതലും ഹേർട്ട് ആയിരിക്കും. സോ ദെൻ ടേക്ക് എ ഹാർഡ് ലുക്ക് അറ്റ് യുവർ സെൽഫ്. യുനോ, ഞാൻ ഈഗോ വെച്ചിട്ടാണോ ഈ പറയുന്നത്, അതോ മൈ ഇമോഷൻസ് ആർ ഫീലിങ്സ് ഒക്കെ എന്നെ എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ ചെയ്തു പോയി. നൗ വാട്ട് ടു ഡു? അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പം ചുറ്റും നോക്കുക, ഇങ്ങനെ ഇരിക്കണോ, ദെൻ ടേക്ക് എ ഡിസിഷൻ, ഇങ്ങനെ തന്നെ ഇരിക്കണോ, ഈ ഒരു റട്ടിൽ ഞാൻ ഇരിക്കണോ, അതോ ഷുഡ് ഐ ഡു സംതിങ്? അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വരണമെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ഈ ലെവലിൽ ഒരു പ്രോബ്ലം ഉള്ള ലെവലിൽ തന്നെ അതിന് സൊല്യൂഷനില്ല. വെളിയിൽ നിന്ന് ഒരാൾ, ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും ഒരു ഫ്രണ്ട് ആണെങ്കിലും നല്ല അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ദേ ക്യാൻ ടെൽ യു, ദേ ക്യാൻ അറ്റ്ലീസ്റ്റ് ലിസൺ ടു യു. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രശ്നങ്ങളാണ്, ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ്, ഇത് എൻ്റെ ഈഗോ ആണ് പ്രശ്നം, അല്ലാതെ ഇതല്ല. എന്നാലും എന്നെ വിട്ടിട്ട് വേറൊരാളുടെ കൂടെ പോയില്ലേ, സോ ഐ എം ഹേർട്ട്, എൻ്റെ ഈഗോ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈ ലൈഫ് ഷുഡ് ചേഞ്ച് എന്നുള്ള തോട്ട് വരും. ഇത് ഒരുപാട് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള കേസസ് എനിക്ക് വരുമ്പോൾ
യൂഷ്വലി വാട്ട് ഐ സേസ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലോണം വേണം. ഈ സങ്കടം വരുമ്പം ചിലർ കാണിക്കുന്ന ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മുറിക്കകത്ത് കയറി സങ്കടമുള്ള പാട്ട് വിട്ടിരിക്കും. നമ്മളതിനെ കൂടുതലാക്കുകയാണ്, സങ്കടത്തിനെ കൂടുതലാക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരു കംഫർട്ടാണ്. എന്റെ ഇതിനകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക, എന്നിട്ട് കണ്ടോ ഞാൻ എത്ര നേരം കരഞ്ഞു, യു ആർ മേക്കിംഗ് യുവർ സെൽഫ് ക്രൈ. അപ്പൊ വേറെ ആരെയും അതിന് പറയരുത്. അതിനൊരു സുഖമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സങ്കടപ്പെട്ടിരിക്കാനും നമുക്ക് വിഷമിച്ചിരിക്കാനും ഒരു സുഖമുണ്ട്, അതും ഒരു കംഫർട്ട് ഏരിയ ആണ്. പക്ഷേ അതേസമയം നമ്മൾ വെളിയിലിറങ്ങി ഒന്ന് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ രണ്ടുപേരെ കാണുക, അല്ലെങ്കിൽ ഗോ സി എ മൂവി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, യു ലൈക്ക് ഡാൻസിങ്, ഗോ ഫോർ എ ഡാൻസ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ എൻവയോൺമെന്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ നമ്മുടെ ഫീലിങ്സും ഡിഫറെൻ്റ് ആവും. അതിൻ്റെ ഒരു മെയിൻ ഇതിപ്പോൾ അബി ചോദിച്ചത്, ദാറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഇപ്പം ദേഷ്യം വന്നിരിക്കുകയാണെങ്കിലും, വളരെ ദേഷ്യം വന്നിരിക്കുകയാണെങ്കിലും ഒന്ന് ചിരിച്ചാലുണ്ടല്ലോ, ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആങ്കറൊക്കെ കുറച്ചൊന്ന് കുറയും, അല്ലെങ്കിൽ വിഷമം കുറച്ചൊന്ന് കുറയും. ബിക്കോസ് ചിരിക്കുക, ഈ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ യുവർ ബ്രെയിൻ തിങ്സ് യു ആർ ഹാപ്പി. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കുറച്ച് ഓരോ ഹോർമോൺസ് വരുമ്പോഴാണ് നമുക്ക് ഓരോ ചേഞ്ചസ് വരിക എന്ന് പറയുന്നില്ലേ. ദ റിവേഴ്സ് ഓൾസോ ഇസ് ട്രൂ. അപ്പോൾ ഇത്രയും വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരോട് എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്, ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, യോഗയാണോ, വാട്ട് എവർ ഇറ്റ്, സുംബയാണോ, വാട്ട് എവർ യു ലൈക്ക്, പോയി ചെയ്യുക. അല്ലെങ്കിൽ ഗോ ടേക്ക് എ വാക്ക്. ഓക്കെ, എന്ത് ചെറിയ സംഭവമാണെങ്കിൽ പോലും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ആദ്യം ഒന്ന് കണക്കാക്കുക. പതുക്കെ 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 ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നതാണെങ്കിൽ അങ്ങനെ കൊച്ചു സ്റ്റെപ്സ്, ബേബി സ്റ്റെപ്സ്. ഓക്കെ, ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്തു എനിക്ക് സന്തോഷമൊന്നും വന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അപ്പം അതുകൊണ്ട് ഒരു ദിവസം കൺസിസ്റ്റൻ്റ്ലി ഒരു മിനിറ്റ്, 5 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല, ഞാൻ സാരമില്ല, തോന്നി ചെയ്യുമൊന്നും വേണ്ട, ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു ഇതൊക്കെ അയച്ചിട്ട് എന്തെങ്കിലും ചെയ്യൂ. ആൻഡ് 2-3 ഡേയ്സ് അവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഒരു നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു പാറ്റേൺ പോലെയാണ്. നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. നമുക്ക് ഡെയിലി എണീറ്റാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഡെഫിനറ്റ് ഹാബിറ്റ്സ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്. അത് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഓൾസോ ബിക്കംസ് യുവർ ബോഡി ഈസ് യൂസ് ടു ദാറ്റ്. പക്ഷെ അങ്ങനെ ഒരു മോശ സംഭവം സംഭവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പതുക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസ് പോലും ഉണ്ടാവണമെന്നില്ല. അവർക്ക് എൻ്റെ മോൾ എന്താ ഇങ്ങനെ, അല്ലെ എൻ്റെ മോൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മാഡം ആ പറഞ്ഞ ആ കൺട്രോൾ ചെയ്ത ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാം? ഒരു വീട്ടിനകത്ത് തന്നെ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു 10 ദിവസം പുറത്തുപോയി നടന്നിട്ടൊക്കെ വരിക. അപ്പോൾ വരുമ്പോഴത്തേക്കും നടന്നാൽ മാത്രം മതിയോ എന്നൊരു ചോദ്യത്തിൽ ഇതെല്ലാം അങ്ങ് പോകും. അതെ, അതും നമ്മുടെ പാരൻസോടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളോ വല്ല ആണെങ്കിൽ തീർന്നു. വളരെ വിഷമമാണ്. എന്താ ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവരോടും ഒരു ബൗണ്ടറി വേണം. അത് മോശമായ രീതിയിലല്ല. ബിക്കോസ് നമ്മുടെ ഈ സെൽഫ് എന്ന് പറയുന്ന ഒരു നമ്മുടെ സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സോൾ എന്ന് പറയുന്ന അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. പേരൻസ് പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ സ്പൗസ് പറയുന്നതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഫ്രണ്ട്സ് നല്ല നല്ല അഡ്വൈസ് തരുന്നതെല്ലാം നമ്മൾ കേൾക്കണം. ദ പോയിന്റ് ഇസ്, ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത് സ്റ്റിൽ ഇറ്റ് ഈസ് അവർ ഡിസിഷൻ. നമ്മുടെ തീരുമാനമായിരിക്കണം ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത്. ഞാനൊരു അബിക്ക് ഞാനൊരു 1 കിലോ ഗോൾഡ് തരികയാണ്, സന്തോഷമായിട്ട് വാങ്ങിക്കും. പക്ഷേ 1 കിലോ ചാണകം തരാമെന്ന് പറഞ്ഞിട്ട് അബി പറയും വേണ്ട മാം, യു കീപ്പ് ഇറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ആ ഒരു വിവേകം വേണം, എവിടെ എടുക്കണം, ഏതെനിക്ക് നല്ലതാ ഏതെനിക്ക്. 10 ദിവസം നടന്ന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ഇച്ചിരി ഒന്ന് സന്തോഷം കണ്ടെത്താൻ നോക്കുന്ന ഒരാളോട് ഇങ്ങനെ നടന്നിട്ടെന്താ കാര്യം, നീ ഒരു ദിവസം സ്വിച്ചിട്ട പോലെ അപ്പോൾ അവരോട് തിരിച്ച് പറയാൻ പറ്റുന്ന എൻ്റെ ഒരു ഇതിൽ അച്ഛനോ അമ്മയോ ആണെങ്കിൽ നമുക്ക് തർക്കുത്തരം പറയാൻ പറ്റില്ല. ദാറ്റ് വിൽ മേക്ക് ദം ഫീൽ ബാഡ് വിത്തൗട്ട് ഹേർട്ടിങ് ദം. ഇവരെ ഒന്നും സങ്കടപ്പെടുത്താതെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്തോട്ടെ അമ്മേ, കുറച്ച് ദിവസം ആയാലും ഞാൻ വളരെ ബെറ്റർ ആവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് നടക്കാൻ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെയ്തോട്ടെ അമ്മേ. ദെൻ യു ഗോ യുവർ വേ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായങ്ങളും പറയുമായിരിക്കും, എല്ലാം കേൾക്കുക. ആണോ, ശരി. ഞാൻ ഇപ്പോൾ മേ ബി പാർട്ട് ഓഫ് മെച്യൂറിങ് അപ്പ് ആ ഒരു സമയത്ത് ആരും പറയുന്നതിനെ ഖണ്ഡിക്കാൻ പോകാറില്ല, ആരും പറയുന്നതിനെ ആർഗ്യൂ ചെയ്യാൻ പോകാറില്ല. ഞാനിങ്ങനെ ആലോചിക്കും, ആണോ, ശരിയാണോ, ശരി ശരി, എല്ലാ അഭിപ്രായങ്ങളും കേൾക്കും. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ. ബിക്കോസ് എന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അഗൈൻ ഐ ഷുഡ് ബി ഹാപ്പി ദറ്റ് ഐ എം ലിവിങ് മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല. പക്ഷേ അവർ തെറ്റാണെന്നോ അവരെ കറക്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ മെനക്കെടാറില്ല. ഇപ്പം
കേൾക്കും, എല്ലാം കേട്ടിട്ട് ആണോ ശരി വളരെ സന്തോഷം, ദാറ്റ് ഈസ് യുവർ പെർസ്പെക്റ്റീവ്, ദാറ്റ് ഈസ് നിങ്ങളുടെ അഭിപ്രായമാണത്, എൻ്റെ അഭിപ്രായമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ അവിടെ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഫ്രണ്ട്സ് ആയാലും ഏത് റിലേഷൻഷിപ്പിലും ഇത് നിങ്ങളുടെ അഭിപ്രായം, ഇത് എൻ്റെ അഭിപ്രായം, ലെറ്റ്സ് അഗ്രി ടു ഡിസ്അഗ്രി. ആ ഒരു മ്യൂച്വൽ ഡയലക്ടിക് പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത് ഇതിന്? 6 എഴുതാൻ നേരത്ത് അപ്പുറത്ത് 9 മാറുന്നു. അതെ അതെ. അപ്പോൾ തിരിച്ച് ഒരു വളരെ നല്ല വീഡിയോ കണ്ടു. ഒരു വെളിയിലെവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വൺ പ്രൊഫസർ വാസ് ഷോയിങ് എ ബോൾ. അതിൻ്റെ ബോളിൻ്റെ ഒരു സൈഡിൽ ഒരാൾ, ഇപ്പുറത്തെ ഒരാൾ. അപ്പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു ഇതിൻ്റെ കളർ എന്താ? ഇത് വൈറ്റ് ആണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു ഇതിൻ്റെ കളർ എന്താ? ബ്ലാക്ക്. അവർ തമ്മിൽ ഭയങ്കര അടിയായി. നിനക്ക് കണ്ടൂടെ ഇത് വൈറ്റ് ആണ്, നീ എന്തായി പറയുന്നത്? അയാൾ പറഞ്ഞു നിനക്ക് കണ്ണ് കാണാൻ കഴിഞ്ഞിട്ട് പൊട്ടൻ, ഇത് ബ്ലാക്ക് ആണ്. അപ്പോൾ ആ പ്രൊഫസർ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പറഞ്ഞു നിങ്ങളിനി വരാൻ പറഞ്ഞു. അവിടെ നിന്ന ആൾ തിരിച്ചിപ്പുറത്ത് വന്നു, ഇവിടെ നിന്ന ആൾ അങ്ങ് പോയി. നോക്കിയപ്പോൾ എന്താ ബോൾ പകുതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. റൈറ്റ്. സോ വേറൊരാളുടെ കണ്ണിക്കൂടെ നമുക്ക് കാണാൻ പറ്റിയാൽ നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറയും. നമുക്ക് അവരെ നന്നായിട്ട് മനസ്സിലാവും. ഞാൻ അവിടെ നിന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നിട്ട് ഞാൻ പറയാണ് ആ നിങ്ങൾ ചെയ്ത ശരിയായില്ല, അയാൾ നിൽക്കുന്നിടത്ത് പോയി നിൽക്കും, സ്റ്റെപ്പ് ഇൻ ടു ഹിസ് ഷൂസ് ആൻഡ് ദെൻ ലുക്ക് അറ്റ് ഇറ്റ്. അപ്പം നമ്മൾ വിൽ സിംഗ് എ ഡിഫറെന്റ് ട്യൂൺ. ജഡ്ജ്മെന്റ് ഒക്കെ വളരെ കുറയുന്നതായിട്ട് തോന്നും. അതാണ് എന്തിനു ജഡ്ജ് ചെയ്യണം. ബേസിക്കലി നമ്മളുടെ അടുത്ത് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി ദാറ്റ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതും തീർച്ചയായിട്ടും വളരെയധികം കുറയ്ക്കണം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, ദാറ്റ്സ് നൈസ്. മാഡം പറഞ്ഞ ഈ ബൗണ്ടറി വരയ്ക്കുന്നൊരു കാര്യം ഈസ് എ ടിപ്പ് ടു സസ്റ്റെയിൻ യുവർ ഹാപ്പിനെസ്. നമ്മുടെ ഒരു ഹാപ്പിനെസ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെയും ഇതേപോലത്തുള്ള ടിപ്സ് പറയാമോ? ഒന്ന് ബൗണ്ടറി വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. അവിടെ വരുന്നത് നമ്മൾ നമ്മുടെ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതിൽ എന്താ ഹാപ്പി ആയിരിക്കണം, ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. മിസ്റ്റേക്സ് പറ്റിയാലും ദാറ്റ്സ് ഓക്കെ. പിന്നെ വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കാണുമ്പോഴും നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. എംപത്തറ്റിക് ആയിരിക്കും, ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത്. വേറെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ, ഒരു ദിവസം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഓരോ കാര്യത്തിലും നമ്മളെ റെസ്പോൺസിബിലിറ്റി നമ്മളങ്ങ് ഏറ്റെടുത്താൽ മതി. ഒരു കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും യു ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ മോശം വന്നാലും ഞാൻ എന്നെയല്ലേ പറയണ്ടു, വേറെ ആരെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ഡേ, യുവർ തോട്ട്സ്. പറഞ്ഞാലും ചെയ്താലും ഒക്കെ നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വലിയ വിഷമം കാണില്ല. കുറ്റം പറയുന്നത് നമ്മളെ തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ പറയില്ല. അത് നമ്മൾ യർ ഓക്കെ, തെറ്റ് പറ്റിയാലും ഞാൻ ഓക്കെയാണ്, ബിക്കോസ് ഞാനാണ് തെറ്റ് ചെയ്തത്. ആ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെങ്കിൽ വേറൊരാളെ കുറ്റം പറയാനും പിടിക്കാനും ഒന്നും നമുക്ക് സമയവും കാണില്ല. ഓക്കെ. ഇപ്പോൾ പൊതുവേ ഒരു ട്രെൻഡിലുള്ള സംഭവമാണ് ഹാപ്പി ഹോർമോൺസ് ലൈക്ക് ഡോപ്പമിൻ ആൻഡ് വേറെന്തായിരുന്നു ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ. വാട്ട് ഈസ് ദ റിയാലിറ്റി ഇൻ ഇറ്റ്? എന്താണ് ഇതൊക്കെ? റിയൽ തന്നെയാണ്. ഡോപ്പമിൻ ഒരു ഹാപ്പിനെസ് വരുന്നത് ഡോപ്പമിൻ ഹിറ്റ് വരുമ്പോഴാണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരാളെ ഹഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉള്ളപ്പോഴോ ഇല്ലെങ്കിൽ ഒരു വാം ഫീലിംഗ് ഉള്ളപ്പോഴോ വരുന്നത്. ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഓക്സിറ്റോസിൻ ഹാപ്പി മേക്സ് യു ഹാപ്പി. സോ മേക്സ് യു ഫീൽ സെക്യൂർ. ഹാപ്പി മാത്രമല്ല, യു ആർ സെക്യൂർ. നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്യുന്ന എപ്പോഴായിരിക്കും ദറ്റ് യു ആർ സേഫ്. ബിക്കോസ് ആ ഒരു പ്രൈമൽ ഫീലിംഗ് നമ്മുടെ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ എന്താ ഇപ്പോൾ പ്രെഡറ്റേഴ്സ് ഇല്ല, പണ്ടത്തെ പോലെ കേവ്മെൻ അല്ല, എങ്കിലും നമ്മൾ സേഫ് ആണെങ്കിൽ യു ആർ ഹാപ്പി. കുറേയൊക്കെ യു ആർ അറ്റ് പീസ്, യു ലെറ്റ് ഡൗൺ യുവർ ഗാർഡ്. കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യും, ഓപ്പൺ ആവും. അപ്പോൾ അതെല്ലാം തരുന്ന ഹോർമോൺസ് ആണ്. ഇത് കണ്ടുപിടിച്ച് കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചതും അതിനെ പ്രാക്ടിക്കലാക്കുന്നതും ഒരു തരത്തിൽ നല്ലതാണ്. ബിക്കോസ് ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഈ സൂപ്പർ മെഷീനാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ആദ്യമൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന എങ്ങനെയോ ചിന്തകൾ കൊണ്ട് നമ്മുടെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഇന്നത്തെ ഇതൊക്കെ വെച്ച് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഇൻഡ്യൂസ് എ സെയിം തിങ്. നമ്മുടെ ബോഡി കൊണ്ട് പലതും തിരിച്ച് ചെയ്യോ, അല്ലെങ്കിൽ ഇതുപോലെ എക്സസൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഗോ ഹഗ് യുവർ മദർ. പോയി അമ്മയൊന്ന് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെ ഒന്ന് ഹഗ് ചെയ്താൽ നമുക്ക് ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ ആ നിമിഷം
നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറവാകും. അപ്പം ഓപ്പോസിറ്റായിട്ടും നമുക്ക് ഇപ്പം അറിയാം, മനസ്സിലാകും എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ ചിന്തകൾ കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ, വളരെ വിഷമിച്ചിരിക്കുന്ന ഒരാൾ വെളിയിലൊന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ട് ഒന്ന് ചിരിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു കുറവ്, മനസ്സിനൊരു ലൈറ്റായി. അപ്പം അവിടെ ഇതൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ ബോഡി കൊണ്ട് പലതും ചെയ്യാം. ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്നൊരു കാര്യം ഞാൻ പഠിപ്പിക്കാറുണ്ട്. മനസ്സിന്റെ മെന്റൽ സ്റ്റേറ്റ്, മൂഡ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൂഡാണ്. അപ്പോൾ സങ്കടം വന്നിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ പഠിക്കാം, കുട്ടികളോട് പഠിക്കാൻ പറയാം, ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ അവർ പഠിക്കില്ല. അപ്പോൾ അവർ പഠിക്കുന്നതിന് മുമ്പ് അവരെ ഹാപ്പി ആക്കി അല്ലെങ്കിൽ അവരെ ഫോക്കസ്ഡ് ആക്കി ഇരിക്കുകയാണെങ്കിൽ അവർ ഡബിൾ സ്പീഡിൽ പഠിക്കും. അപ്പോൾ മെന്റൽ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അത്രയും ആയിരിക്കും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാ പറയാം. ചില ആൾക്കാർക്ക് സെൽഫ് കൂടി ഒരു നാർസിസിസം പോലത്തെ ഒരു ലെവൽ വരെ പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു മോശം ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടായിരിക്കും നമ്മൾ സ്വയം നന്നായി സ്വയം കൂടിപ്പോയി ഞാനേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നവരെ നമ്മൾ എങ്ങനെ അത് ലിമിറ്റ് ചെയ്യാം, അതെങ്ങനെ മനസ്സിലാക്കാം? നാർസിസിസം എന്നുള്ളതിൻ്റെ ശരിക്കുള്ള മീനിങ് നമ്മളിപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ചില വേർഡ്സ് യൂസ് ചെയ്ത് അതിൻ്റെ കാണുന്നവരെ മുഴുവൻ നമ്മൾ നാർസിസിസ്റ്റിക്, എസ്പെഷ്യലി സ്പൗസിനെ നമ്മൾ നാർസിസിസ്റ്റിക് എന്ന് വിളിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ വിഷമമുള്ളവർ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഏതാണ് വേറൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനെ മാനിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുറ്റമില്ല അങ്ങനെ വരുത്തി ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇതൊന്നും എൻ്റെ കുറ്റമല്ല, ഇതെല്ലാം ലോകത്തിൻ്റെ കുറ്റമാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കുറ്റമാണ്, അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റമാണ്, അങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ട്രൂ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാം അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ട്വീക്ക് ചെയ്ത് പറയും, സെൽഫിഷായിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ ഫിസിക്കലി ഇങ്ങനെയുള്ളവർ ഫിസിക്കലി അല്ലെങ്കിൽ അബ്യൂസീവ് ആവണം എന്നോ ഒന്നുമില്ല, പക്ഷേ ഇമോഷണലി ഒരു സ്പേസ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ കൊടുക്കില്ല, റെസ്പെക്റ്റ് കൊടുക്കില്ല. അങ്ങനെയുള്ളവർ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങനെ ആകുമോ? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ കാര്യം നോക്കണം, നമ്മുടെ സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ, എല്ലാവരും യുണീക്കാണ്. അത് നമ്മൾ ബാക്കിയുള്ളവരെ പോലെ ആവാൻ നോക്കിയാലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തു, അച്ഛൻ പറയില്ല ഞാൻ അങ്ങനെയായിരുന്നു അതുകൊണ്ട് നീയും അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധമില്ല. വേറെ യുണീക്ക് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം ഇതുമായിട്ട് ഇതിൻ്റെ നടുക്കൊരു മിഡിൽ പാത്തുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങൾ മാത്രം, അങ്ങനെയല്ല. ഇതൊരു വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി. ഡെഫിനറ്റ്ലി പല കാര്യത്തിലും നമുക്കൊരു നീക്കുപോക്ക് വേണ്ടി വരും, ഒരു കോംപ്രമൈസ് വേണ്ടി വരും. എസ്പെഷ്യലി ഇത് കണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്സിലാണ്. ഇപ്പോൾ ഒരുപാട് പണ്ടത്തെ പോലെ ഒരു ഫാമിലി സപ്പോർട്ടൊന്നുമില്ല. എല്ലാവരും മെട്രോസിലൊക്കെ പോയിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിരിക്കും ജീവിക്കുന്നത് തന്നെ. അപ്പം വൈഫ് ജോലിയും ചെയ്യണം, അതുപോലെ ഹസ്ബൻഡിനെ പോലെ തന്നെ നല്ല ജോലിയായിരിക്കും, പക്ഷേ വീട്ടിൽ വന്ന് ഹൗസ് വർക്ക് മുഴുവൻ വൈഫ് ചെയ്യുക. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇന്നതെല്ലാം ഒരുപാട് മാറുന്നുണ്ട്. അപ്പം എവിടെയാണ് നമ്മൾ ഒരു ചില കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്, ചില കാര്യങ്ങൾ എന്താ പറയുക, നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വരയ്ക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ നോ ഓഫ് എ കപ്പിൾ, അവരുടെ ഡിവോഴ്സിന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് എനിക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി തരുന്നില്ല. ആ കാപ്പി ഉണ്ടാക്കി തരുന്നത് ഇവിടുത്തെ സെർവൻ്റ് ആണ്. അപ്പം ദ ഗേൾ ഇസ് സെയിങ്, ഞാൻ രാത്രി ഒരുപാട് താമസിച്ചാണ് കിടക്കുന്നത്, അപ്പം ഞാൻ രാവിലെ ഇനി ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 മണിക്ക് എനിക്ക് ഉറക്കം തികയുന്നില്ല, അപ്പോൾ എനിക്ക് കുറച്ച് താമസിച്ച് എണീക്കാനേ പറ്റുള്ളൂ. ഒരു 7 മണിക്ക് കാപ്പി മതിയെങ്കിൽ ഞാൻ കാപ്പി ഉണ്ടാക്കി തരും. സോ ഹസ്ബൻഡിന്റെ പ്രോബ്ലം 7 മണി ലേറ്റ് ആണോ ആൾക്ക്? 7 മണി ലേറ്റ് ആണ്. അല്ല, ഹസ്ബൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 തലപ്പത്തുള്ളവരാ. ഏറ്റവും രാവിലെ ചായ വേണം അല്ലെങ്കിൽ കാപ്പി വേണം, അത് സെർവൻ്റ് തരാൻ പാടില്ല, എനിക്ക് ഭാര്യയുടെ കൈ കൊണ്ട് തന്നെ വേണം. പിന്നെ ഒരു സെറ്റ് ആൾക്കാരുണ്ട്, നീ അമ്മ ഇടുന്ന പോലെയേ അല്ല ഇടുന്നത് ചായ കാപ്പി, എൻ്റെ അമ്മ ചെയ്യുന്ന പോലെയല്ല എൻ്റെ, അങ്ങനെ പറയുന്നവരുണ്ട്. അതിലും കാര്യമില്ല, അമ്മ വേറൊരു പേഴ്സണാണ്, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരാണ്, ഭാര്യ ചെയ്യുന്നത് അതുപോലെ ആവണം എന്നില്ല. സജസ്റ്റ് ചെയ്യാം, അമ്മ നന്നായിട്ട് ചായ ഉണ്ടാക്കും, നീ ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് ഇഷ്ടമാണ്, പറ്റുമെങ്കിൽ ഗിവ് മീ ദാറ്റ്. അത് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് പറയുമ്പോൾ അഗൈൻ എവിടെയാണ് ഈ കോംപ്രമൈസ് വേണ്ടത്? ഞാൻ ഭയങ്കര ഈഗോ, ഞാൻ ഉണ്ടാക്കുന്ന കാപ്പിയൊക്കെ കുടിച്ചാൽ മതി, അമ്മ ഉണ്ടാക്കുന്നൊന്നും ഇപ്പോൾ കുടിച്ചില്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഇത്ര നാൾ കുടിച്ചതല്ലേ, അത് വേണമെങ്കിൽ അമ്മയുടെ ഒക്കെ പോയി കുടിക്കണം. ഞാൻ എന്തിനാ അങ്ങനെ വാശി പിടിക്കുന്നത്? ഇതൊന്നും വേണ്ട, അയാളൊന്നും ഉണ്ടാക്കാൻ പഠിച്ചാൽ പോരായിരുന്നു. ഏറ്റവും എളുപ്പം നല്ല സൊല്യൂഷൻ അത്. അതെ, ഉണ്ടാക്കൂല. ഇപ്പം കൊച്ചു കാര്യം,
ഞാൻ പറഞ്ഞത് എൻ്റെ സജഷനാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ചായയും കാപ്പിയൊക്കെ നന്നായിട്ട്, അല്ലെങ്കിൽ ആഹാരം ഹസ്ബൻഡിന് നല്ലതാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. തിരിച്ചുണ്ടാക്കുന്നത് ഞാൻ ഹസ്ബൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി 90% അങ്ങനെയാണ്. പക്ഷെ തിരിച്ച് ചെയ്യുന്നവരുമുണ്ട്. അപ്പം അങ്ങനെ ഇൻക്ലൂഡ് ചെയ്താൽ ഇഷ്ടമുള്ളത്, ഭാര്യയ്ക്ക് ഇതാണ് ഇഷ്ടം, അത് ഞാൻ ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവൾക്ക് വെളിയിൽ പോയി കഴിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്ക് വെളിയിൽ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാരിയോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് വലിയ താല്പര്യമില്ല, ബട്ട് ഐ സ്റ്റിൽ ഗോ. സിനിമ ഇഷ്ടമില്ലാത്തവരുണ്ട്, വൈഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ മാത്രം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ ദേ ലക്കി, അവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് സിനിമ പ്രാന്താണ്, വൈഫ് എല്ലാത്തിനും കൂടെ നിൽക്കും. എന്താണെന്നറിയോ? ബിക്കോസ് ഇറ്റ് മേക്സ് ഹിം ഹാപ്പി. അപ്പോൾ ദാറ്റ് ഈസ് മേ ബി ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതല്ല. മേ ബി ഷീ ഹാസ് ലിമിറ്റ്സ് ഓവർ സംതിങ് എൽസ്. പക്ഷേ ചെറിയ കാര്യങ്ങൾ ഈസ് വെരി ഹാപ്പി. ഭയങ്കര ഇഷ്ടമാണ്. സിന്ധു ഇഷ്ടംപോലെ പൈസ കൊണ്ട് കളയുന്നുണ്ട്, പക്ഷേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കൂടെ പോകും. അപ്പം ഞാൻ ഐ റെസ്പെക്ട് ദോസ് പീപ്പിൾ ബിക്കോസ് അവിടെ കോംപ്രമൈസ് ആണ്. അവിടെ അതിനെ ആ കുട്ടി അതൊരു സാക്രിഫൈസ് ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ആ സാക്രിഫൈസ് ആയിട്ട് കാണാൻ പറ്റാത്തത് മറ്റേയാളുടെ സന്തോഷം ഇയാൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ആണ്. സാക്രിഫൈസ് വരുമ്പോൾ അവിടെ ഒരു ബിറ്റർനെസ് വരും ശകലം. ഒരു ഞാൻ എന്തോ വേണ്ടെന്ന് വെച്ചിട്ടാണ്. കോംപ്രമൈസ് അങ്ങനെയല്ല, ഇച്ചിരി വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു സാക്രിഫൈസ് ആയി കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ത്യാഗം സഹിച്ച് ഞാൻ ഇയാളുടെ കൂടെ കഴിയുന്നു. എന്തിനു കഴിയുന്നു? റിലീജിയസ് ബിലീഫ്സ് ചിലപ്പോൾ മാറ്റേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ അതൊരു വലിയ പ്രശ്നമായിരിക്കും തോന്നുന്നു. ഒരാൾ എത്തിയസ്റ്റ് ആണ്, മറ്റേ ആൾ അല്പ റിലീജിയസ് ആണെന്നുണ്ടെങ്കിൽ കുറേ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാൾ ചിലപ്പോൾ നാർസിസിസ്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ സ്വസ്ഥമായിട്ടൊന്ന് ദൈവത്തിനെ വിളിക്കാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേ പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അറിയുന്നൊരു ആൻറ്റി ഉണ്ട്. പറയും, ഞാൻ ചോദിച്ചു, ആൻറ്റി രാമായണ മാസമൊക്കെ വരികയല്ലേ, രാമായണം വായനയൊക്കെ പതിവുണ്ടോ? അയ്യോ അതൊന്നും ഇവിടെ കേക്ക് പോലും വേണ്ട, എന്നെ ഓടിച്ചിടും, വിളക്ക് കത്തിച്ച് ഓടിച്ചിടും എന്ന് പറയും. ഞാൻ എൻ്റെ അങ്കിളിന് പറ്റില്ലേ? അതൊന്നും വളരെ, പുള്ളിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. ഈസ് എ വെരി ഗ്രൗണ്ടഡ് പേഴ്സൺ, സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ആ കണ്ണിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റിക്ക് അപ്പം വായിക്കണമെന്ന്. ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ ഞാൻ വായിക്കും. പക്ഷെ അവരൊരു സാക്രിഫൈസും കാണുന്നില്ല, വളരെ സ്നേഹമായിട്ടുള്ള രണ്ടുപേരാണ്. ഞാൻ പറഞ്ഞു അതാണ്, അതിപ്പോൾ കോംപ്രമൈസ് ആകുമ്പോൾ ദെൻ ഇറ്റ്സ് ഫൈൻ. പക്ഷെ അതൊരു സാക്രിഫൈസിന്റെ ലെവലിലോട്ട് താന്നു കഴിഞ്ഞാൽ, താഴുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പിന്നെ അത് എനിക്ക് ബിറ്റേണസാണ്, എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നു എന്നിട്ടും എന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സാക്രിഫൈസ് ആയി. അങ്ങനെയുള്ള സമയത്ത് ദെൻ നമ്മൾ പറയണം, നിങ്ങൾ എത്തീസ്റ്റ് ആയിരിക്കും, പക്ഷെ എനിക്ക് ഇപ്പോൾ രാമായണം വായിക്കണം, അല്ലെങ്കിൽ ഗീത വായിക്കണം, അല്ലെങ്കിൽ വേറെ ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറി ഇരുന്നോളൂ, കേൾക്കണ്ട, ഞാൻ എൻ്റെ സമയത്തിരുന്ന് വായിച്ചോട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അപ്പം ഇതാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമായിട്ടാണ്. കോംപ്രമൈസ് ഇസ് എ ഗുഡ് വേർഡ്. കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സാക്രിഫൈസിന്റെ ലെവലിലോട്ട് പോയാൽ പിന്നെ അവിടെ ബിറ്റർനെസ്സും ഹേർട്ട് ആൻഡ് ആങ്കർ ആൻഡ് ഓൾ ദാറ്റ് അതെല്ലാം കയറി വരും. ആ സങ്കടം, അങ്ങനെ സങ്കടമൊക്കെ സഹിച്ച് ഞാൻ സഹിച്ച ഒരാളെ സഹിക്കുമ്പോൾ എനിക്ക് അയാളോട് ഒരു സ്നേഹവും ഇല്ല, ഒരു റെസ്പെക്റ്റും ഇല്ല. പിന്നെ എന്തിനാണ് കൂടെ കഴിയുന്നത്? ആണായാലും റെസ്പെക്റ്റും ഇല്ല, ദേഷ്യം, എന്ത് പറഞ്ഞാലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരാളോട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അല്ല ശരിയാ, ചില സമയം എൻ്റെ അച്ഛനിടയ്ക്ക് പറയും, കാലെ തൂക്കി ഒരു അടിക്കണം തോന്നുന്നു, കാലെ പിടിച്ചൊരു അടി ഓടിക്കണം എന്ന് പറയുന്ന പോലെ ദേഷ്യം വരുന്നൊരു സമയം നമുക്ക് കാണും ഒരുപാട്. പക്ഷെ അതെല്ലാം ആക്ട് ചെയ്യല്ല, അത് ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും യു ആർ ലൈക്ക് ഓക്കെ എന്തെങ്കിലും ആട്ടെ, ദ ലൈഫ് മൂവ്സ് ഓൺ എന്നുള്ളത്. പക്ഷെ സാക്രിഫൈസ്, ഞാൻ എല്ലാം സഹിച്ച് ഞാനിങ്ങനെ ഒരാളുടെ കഴിയുക പറയുന്നത് അത് ഇൻഡിവിജ്വലാണ്. ദെൻ യു ഷുഡ് റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. ആർ യു ഹാപ്പി? ഇങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് ചിലർ മക്കൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്ത് കഴിയുകയാണ് എന്ന് പറയും. മക്കളും ചിലപ്പോൾ ഹാപ്പി ആയിരിക്കില്ല. അതെ 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 മക്കള് നാളെ വളർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. മക്കള് ചോദിക്കും എന്തിനാ? മക്കള് ചോദിക്കും, ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്ക് ഇത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛന് ഇത് വേണ്ടായിരുന്നു, എന്തുകൊണ്ട് വേണ്ട? അല്ല, അപ്പൊ സൊസൈറ്റി എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും? ആ ഒരു ലെവലിൽ നമ്മൾ ഒരാൾ അത്രയും വിഷമിച്ചാണ് ആണെങ്കിൽ then you should sit down, analyze. എനിക്ക് എന്ത് ശരിക്കും എന്താ വേണ്ടത്? ഇത്രയൊക്കെ ഉണ്ട്, ഇത്രയൊക്കെ സങ്കടങ്ങളുണ്ട്, ഐ എം റെഡി ടു ഗോ ഓൺ. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണെങ്കിൽ ഐ എം ഓക്കെ. ബിക്കോസ് അതിൽ എന്തോ പ്ലസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. തീരെ സങ്കടപ്പെട്ട് നിൽക്കുന്നവരെ അറിയില്ല. ദേ റിയലി ഹാവ് ടു, അവർ തന്നെ ആലോചിക്കണം, ഇങ്ങനെ നിന്നിട്ട് എനിക്ക് കാര്യമുണ്ടോ? വാട്ട് ഈസ് മൈ ലൈഫ്? ഇനി എന്ത് ഞാൻ ആവണം?
ഇങ്ങനെ അതവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ്. പക്ഷെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും സൊസൈറ്റി കാരണം ഞാനിങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ കുറ്റപ്പെടുത്താതെ തിങ്ക് ഫോർ യുവർ സെൽഫ്. അല്ലാതെ ബാക്കി എൻവയോൺമെൻറ്റ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു എക്സ്ക്യൂസസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആ ഒരു ആംഗിളിൽ നിന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വളരുന്ന സമയത്ത് ഞാൻ ഏറ്റവും അടിപൊളിയാവണം, എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ മൊത്തത്തിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാട്ട് ദേ ഡു ഇസ് ദേ പെർസ്യൂ മെറ്റീരിയൽ വെൽത്ത്. അവർക്ക് കാശുണ്ടാക്കണം. only money can buy success, having money is success, only money can buy happiness. അങ്ങനെയൊക്കെയുള്ള രീതിക്ക് പല കുഴികളിലും ചെന്ന് ചാടും. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് എന്താണ് പറയാനുള്ളത്? നല്ല രീതിയിൽ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്നവർ അതൊരു പോസിറ്റീവായിട്ട് കൂടുതലും പോവുള്ളൂ. നല്ല രീതിയിൽ എന്നുവെച്ചാൽ എൻ്റെ പൊട്ടൻഷ്യൽ മാക്സിമൈസ് ചെയ്യണം, അതിനെന്ത് ചെയ്യണം. ചിലപ്പോൾ അവർ സെൽഫിഷായിട്ട് അവരുടെ വീട്ടുകാരെയും സിബ്ലിങ്സിനെയും ഒന്നും നോക്കാതെ അവനവൻ്റെ കാര്യം അവനവൻ്റെ പഠിത്തം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ, US പോയാൽ തിരിച്ചു വരികയോ ചെയ്യില്ല. US പോകുന്ന കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർ അങ്ങനെയാണ്. പിന്നെ ആ ലോകത്താണ് അവരുടെ പഠിത്തം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒട്ടും മോശമൊന്നുമല്ല. പക്ഷേ ഈ പലപ്പോഴും ഈ കുരുക്കി ചെന്ന് ചാടുകയും അല്ലെങ്കിൽ പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷമാവുമെന്ന് പറയുന്നവർക്ക് പഴയ ബാക്ക്ലോഗ്സ് ഉണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പൈസയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ നല്ല റിച്ച് പേഴ്സൺ ആയിരുന്നു. നോക്കുമ്പോൾ ഞാൻ 2 വർഷം 3 വർഷമായിട്ട് ഒരേ ചെരുപ്പിടുന്നു, അവൻ ഓരോ ആഴ്ചയും ചെരുപ്പ് മാറുന്നു. ഇതൊക്കെ കുട്ടിയായ എനിക്ക് വലിയ ദണ്ണമാണ്. പണ്ട് അച്ഛനോടൊക്കെ മറ്റേ അച്ഛ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും അത് ഈ വർഷത്തെ അരിയേഴ്സ് കിട്ടുമ്പോൾ വാങ്ങിച്ചു തരും എന്ന് പറയുന്നൊരു കാലം. ഇന്നങ്ങനെയല്ല, കുട്ടികൾ അച്ഛ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ മാക്സിൽ പോവാം, അല്ലെങ്കിൽ എളുപ്പമാണ് ഇന്ന് കിട്ടാൻ. അപ്പം വേഗം കിട്ടാതെ അല്ലെങ്കിൽ കിട്ടാതെ ലാക്കായിട്ട് വളർന്നത്, ഇല്ലായ്മയിൽ നിന്ന് വളർന്നവർക്ക് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് ശരിക്കും, അതുകൊണ്ട്. പക്ഷെ പിന്നൊരു വാശിയായിരിക്കും, അത് മാത്രം കിട്ടിയാൽ ഇല്ലായ്മയാണ് അവരുടെ മനസ്സിലുള്ളത്. ആ ഇല്ലായ്മ ഒരു എംപ്റ്റിനെസ് ആണ്. അത് ഫില്ല് ചെയ്യാനായിട്ട് അവർ പൈസ ഉണ്ടെങ്കിലേ അത് ശരിയാവുള്ളൂ. ചിലപ്പം പൈസയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴായിരിക്കും അവർ ഞാൻ റിലേഷൻഷിപ്സൊക്കെ നേർച്ചർ ചെയ്യേണ്ട, എല്ലാം അച്ഛനെയായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഒരു പാർട്ട്ണറായാലും ആ റിലേഷൻഷിപ്സിനെ വളർത്തേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ നേർച്ചർ ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തില്ല, അവിടെ ആയിരിക്കും അവർക്കൊരു ലാക്ക് ഉണ്ടാവുക. നമ്മുടെ സമൂഹം കുറേയൊക്കെ പ്രോഗ്രസീവായി, എന്നാൽ പോലും ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ഒരു ടീനേജോ അല്ലെങ്കിൽ യങ് അഡൾട്ടോ ആയിട്ടുള്ളവർക്ക് ബ്രേക്കപ്പോ ആയെന്ന ഒരു സിനാരിയോ കംപ്ലീറ്റ്ലി ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ, പ്രത്യേകിച്ച് ഈ ടീനേജ് ആൾക്കാർ, അവർക്കറിയാം അവർക്കൊന്ന് കൗൺസിലിങ്ങിന് ഹെൽപ്പ് പോയാലോ അത് കണ്ടിന്യൂ ചെയ്താലോ ഓക്കെ ആയിരിക്കും. പക്ഷെ വീട്ടിൽ ഭയങ്കര പ്രഷറായിരിക്കും, അക്കാഡമിക് പ്രഷേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ വീട്ടുകാരെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഐ നീഡ് ദിസ്? കുട്ടികൾ എന്ത് പറയണം എന്നാണ് മാഡം സജസ്റ്റ് ചെയ്യുന്നത്? ഇന്ന് കുറച്ചും കൂടെ ഓപ്പൺ ആണ് പണ്ടത്തേനെക്കാട്ടിലും. പക്ഷേ യെസ്, ആ ഒരു സ്റ്റിഗ്മയുണ്ട്. ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഓപ്പൺ ആണ്. എനിക്ക് പൊതുവേ ഞാൻ ഒബ്സർവ് ചെയ്തതിൽ സ്വന്തം മക്കളെ കാര്യം പറയുമ്പോൾ അവരുടനെ അത് അവരുടെ ഫെയിലിയർ ആവും. അതെ, അച്ഛനും അമ്മേനെ ഫെയിലിയർ അയ്യോ എൻ്റെ കുട്ടിക്ക് ഇത് വേണ്ടി വന്നല്ലോ, സൂപ്പർ, എന്നോട് പറയാൻ വയ്യാത്ത എന്താണ്, ആ കൗൺസിലർ എൻ്റെ ആരാ, ഞാൻ അവർ പറയുന്നത് കേൾക്കാൻ എൻ്റെ അമ്മയോ അച്ഛനൊന്നും അല്ലല്ലോ എന്നാണ് സ്വന്തം കാര്യം വരുമ്പോൾ ആൾക്കാർ പറയുന്നത്. അതെ, ദാറ്റ്സ് ട്രൂ. ഇത് നമുക്കൊരു സ്പെസിഫിക് എൻവയോൺമെൻറ്റിലാണ് ഇതുണ്ടാവുന്നത്, ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഇന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ആ ബോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സൈഡ് വൈറ്റ് ഒരു സൈഡ് ബ്ലാക്ക്. ഞാൻ ആ ബ്ലാക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് വേറൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ലോകമേ അത് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ എവ്രി കോയിൻ ഇസ് 2 sides. അതെ, അപ്പോൾ എനിക്ക് മറ്റേ വശം കാണാൻ പറ്റിയാലേ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് പറയണമായിരിക്കും. അമ്മയോട് ചിലർ വളരെ ഓപ്പണായിട്ട് പറയും, അമ്മയോടാണ് പറയാൻ പാടില്ലാത്തത്, ഇതെൻ്റെ അമ്മയോട് പറയാൻ പറ്റില്ല. അമ്മയോടനെ ജസ്റ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ വഴക്ക് പറയും. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ വഴക്കും കൂടെ കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പറഞ്ഞു അത് ഈ ട്രെൻഡ് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നതെന്നറിയോ? ഈ ടിക്ടോക്കിൽ ഇൻസ്റ്റഗ്രാമിൽ റിലേറ്റബിൾ റീൽസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ സ്റ്റെഫി സണ്ണിയോ അല്ലെങ്കിൽ ഗ്രീഷ്മ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇടുമ്പോൾ അവർ കാണിക്കുന്ന വീഡിയോസ് എന്ന് മനസ്സിലാവും ഓക്കെ ഇത് മാറിയിട്ടില്ല. അതെ അതെ പറഞ്ഞ ആ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ അൺബയസ്ഡ് ആവാൻ പറ്റില്ല.
ഇത് കൗൺസിലിങ്ങിന് വരുമോ, അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ടായാൽ പോലും എൻ്റെ ഒരു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് മാം, പക്ഷെ അവരോട് ഞാൻ ഈ പ്രശ്നം വരുമ്പോൾ ഉടനെ കുറേ സൊല്യൂഷൻസ് എനിക്ക് തരും. നീ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. എനിക്ക് സൊല്യൂഷൻ വേണ്ട. ഐ ജസ്റ്റ് വാണ്ട് സംബഡി ടു ലിസൺ ടു മീ. ദാറ്റ്സ് വൈ ഐ കെയിം ടു യു. മാഡത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഒരു ബുദ്ധിമുട്ടില്ല, എൻ്റെ ജോലിയെ കേൾക്കലാണെന്നുള്ളതാണ്. പറഞ്ഞോളൂ എന്ന് പറയും. അവർ സംസാരിച്ച് കുറേ കഴിയുമ്പം അവർ തന്നെ, ഞാനിങ്ങനെ ചുമ്മാ ഇടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളതേ ഉള്ളൂ. ഐ ക്യാൻ സീ അവരുടെ ആ ചിന്തകൾ ഇങ്ങനെ അൺടാങ്കിൾ ചെയ്ത് അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നത് എനിക്കിങ്ങനെ കാണാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കും, ബാക്കി സമയം മിണ്ടാതിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവർ പറയും, ഇപ്പം ഒരു നല്ല ധൈര്യം കിട്ടി, അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടി, ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. ഗ്രേറ്റ്. സോ ഞാനൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് അവിടെ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ലിസൺ ചെയ്തു, 1-2 ചോദ്യം ചോദിച്ചു ടു മേക്ക് ദം തിങ്ക്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അതങ്ങ് പോവും. ചിലരുണ്ട് പേരൻസ്, അപ്പം എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല, ഇവരോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അവരൊക്കെ ബയസ്ഡാണ്. അവർക്ക് അവരുടേതായ സൈഡുണ്ട്. എൻ്റെ മോളുടെ കാര്യമാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ അമ്മയാണ്. ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ പോലും എൻ്റെ മകൾക്കൊരു ആവശ്യം വന്നപ്പോൾ പോലും ഞാൻ വേറൊരാളെയാണ് വെച്ചത്. എന്നുവെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം എന്ന് തോന്നിയ സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ക്ലിയർ ചെയ്യാൻ, ഞാൻ എനിക്കറിയാവുന്ന ഒരു കൗൺസിലറെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, അവന് യു ക്യാൻ ടോക്ക് ടു ഹെർ. ഞാൻ പറഞ്ഞു അതില്ല, സ്വന്തം പിള്ളേർ സർജൻ ചെയ്യില്ല എന്ന് പറയുന്ന പോലെ അത് ശരിയാവില്ല. ഞാൻ ബയസ്ഡാണ്, ഐ എം എ മദർ ഫസ്റ്റ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഡിഫെൻസീവ് ആയിരിക്കും. അതുപോലെയാണ് വെളിയിലൊരു കൗൺസിലറോടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായാലും മതി, ബട്ട് ഹൂ ക്യാൻ ലിസൺ ടു യു. സംസാരിക്കുകയാണെങ്കിൽ അവർ സ്ട്രേഞ്ചറാണ്, അവർ ഒബ്ജക്റ്റീവായിട്ട് അതിനുള്ള കാര്യകാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഐ എം മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് മോൾ ഹിൽ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ വീട്ടിലുള്ളവരോട് ചിലപ്പോൾ അങ്ങനെ പറ്റില്ല. നല്ല പേരൻസും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. ഹൂ ക്യാൻ ആ ഒരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കുന്ന പേരൻസും ഉണ്ട്. അങ്ങനെ അത് ഭാഗ്യമാണ്. ഈ മക്കള് ഇങ്ങനെ വന്ന് കേട്ടിട്ടിരിക്കുന്ന പാരൻസിനോട് എന്ത് സജഷൻ ആയിരിക്കും മാഡത്തിന് പറയാനുണ്ടാവുക? അത് ഒരു കാര്യം, പറഞ്ഞ പോലെ അവരെക്കാൾ ആങ്ഷ്യസ് ആയി അവരുടെ ആങ്സൈറ്റി കൂട്ടാതിരിക്കുക. പറഞ്ഞ എന്ത് തന്നെ ആയാലും ഐ എം ഹിയർ ഫോർ യു, ജഡ്ജ്മെന്റൽ അല്ലാതെ. ചിലപ്പം വളരെ മണ്ടത്തരം കാണിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ്. ഞാൻ എൻ്റെ മകളോട് ഞാൻ എപ്പോഴും പറയും, എന്ത് മണ്ടത്തരം കാണിച്ചോ, എന്ത് തെറ്റ് കാണിച്ചോ, ഈവൺ ഇഫ് ദ മിസ്റ്റേക്ക് ഇസ് ഓൺ യുവർ സൈഡ്, അമ്മയോടും ഒന്ന് പറയണം, അമ്മയോടും അച്ഛനോടും അതൊന്ന് പറയണം. ബിക്കോസ് ഞങ്ങൾക്ക് നിന്നെ കവർ ചെയ്യണമെങ്കിൽ വി നീഡ് ടു നോ ദ ട്രൂത്ത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തിങ് പേരൻസ് ആകെ പറയേണ്ടത്, വി ആർ ഹിയർ ഫോർ യു. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ എന്ത് ഫീൽ ചെയ്യും, ഞങ്ങൾക്ക് സെൻസിറ്റീവ്, ഞങ്ങൾ ടെൻഷൻ അടിച്ചോ, സൊസൈറ്റി എന്ത് പറയും, ഇതൊന്നും പ്രശ്നമല്ല. യു കം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോർ അസ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഒന്നൊരു പേരൻസ് പറയുകയാണെങ്കിൽ, യു ആർ ഓക്കെ, നിനക്കെന്ത് ചെയ്യണം, നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വിൽ ലിസൺ ടു യു. അല്ല അത് അമ്മയ്ക്കും അച്ഛനും വിഷമോ, എനിക്ക് അമ്മയോടും അച്ഛനോടും സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും കാണണം. അച്ഛനും അമ്മയെന്നുള്ള രീതിയിൽ ആ വിവേകം കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ. ഡു യു വോണ്ട് ടു ടോക്ക് ടു സമ്മൺ? ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഉള്ളു തുറക്കാൻ പറ്റുന്നില്ല, പേടിയോ നാണക്കേടോ എന്താണെങ്കിലും അമ്മയോടും അച്ഛനോടും പറയുന്നതിന് ചില സമയത്ത് നമുക്കൊരു വിഷമം തോന്നും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല കൗൺസിലറെ നമുക്ക് നോക്കാം, സൈക്കോളജിസ്റ്റിനെ നോക്കാം. അല്ലെങ്കിൽ നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല. യുവർ മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്, മോർ ദാൻ അവർ ഈഗോ ഓർ എനിത്തിങ്. അപ്പം അതുകൊണ്ട് വേറെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാം. അത് ഓപ്പണായിട്ട് ഒരു പേരൻസിന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണ്, എൻ്റെ മോളുടെ കാര്യം എനിക്ക് പറയാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ വേറൊരാളുടെ അടുത്ത് പോകുന്നതെന്നുള്ള ആ ഒരു വിചാരം വേണ്ട. നമ്മൾ അവിടെ തോക്കുന്നത് നമ്മൾ തന്നെയാണ് മിക്ക ആൾക്കാരും. അല്ല, അത് അങ്ങനെ ഒരു വാശി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻ ദ ലോങ് റൺ തോക്കുന്നത് നമ്മളാണെന്നുള്ളത്, അല്ലെങ്കിൽ തോക്കുന്നത് നമ്മളും ബുദ്ധിമുട്ടുന്നത് നമ്മുടെ കുട്ടികളുമാണ്. പല പേരൻസിനും ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഒരു കോർപ്പറേറ്റിലോ ജോലിക്കോ വരുമ്പോൾ അവിടെ ആരിയിരിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യാൻ? അവിടെ അവരൊറ്റയ്ക്കാണ്. ഒരു ലോകത്ത് പോയി ജോലി ചെയ്യാൻ പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ്. അവിടെ ഇപ്പോൾ ഒരുപാട് പേര്, ദർ ആർ കപ്പിൾ ഓഫ് ഇൻസ്റ്റൻസസ്, ഇവിടുന്ന് കാനഡയിൽ പോയി പഠിച്ച് ജോലി വാങ്ങിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ കൂടുതലും. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് എത്ര പേരാണ് അവിടുന്ന് വിളിച്ചിങ്ങനെ അറിഞ്ഞ് ഫ്രണ്ട്സ് വഴി ഇങ്ങനെ വിളിക്കും. അവിടെ ചെന്ന് പെട്ടു, അവിടെ പലതും ചെയ്യണം, ഒറ്റയ്ക്കാണ് അവരവിടെ, ഇമോഷണലി വളരെ വൾണറബിളാണ് പല കാര്യത്തിലും.
അപ്പം അവിടെ ചെന്നിട്ട് റിലേഷൻഷിപ്സ് പിന്നെ പ്രശ്നം, അതൊന്നും ഒരുപാട് പൈസയും ലോണും ഒക്കെ എടുത്ത് ഇവിടുന്ന് പോയിരിക്കുന്നതുകൊണ്ട് ഇവിടെ അച്ഛനോടും അമ്മയോടും മിണ്ടാൻ വയ്യ. പ്രഷർ, അവിടുത്തെ പ്രഷർ. അപ്പം പഠിക്കാൻ പ്രഷർ, ജോലിക്ക് പ്രഷർ, അവിടെ അല്ലാത്തത് റിലേഷൻഷിപ്പിൻ്റെ പ്രഷർ. അപ്പം പേരൻസ് ഒക്കെ വീട്ടിലുണ്ട് മാം, അവരോട് പറയാൻ പറ്റില്ല. അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമവും, ഒരുപാട് പൈസയൊക്കെ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സംഭവം സത്യം പറഞ്ഞ ഒരു സന്തോഷം സസ്റ്റെയിൻ ചെയ്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ വിഷമമൊക്കെ നല്ലതാ. അപ്പോൾ ഒന്ന് വിഷമിപ്പിക്കുന്നതൊക്കെ നല്ലതാ. ചെറിയ വിഷമങ്ങൾ അല്ല, നമുക്ക് തെറ്റ്. ഇപ്പോൾ ലൈറ്റ് എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത്? ഡാർക്ക്നെസ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ വില അറിയില്ല. ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ടാണ് അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് ലൈറ്റ് എന്ന് പറയുന്നത്. പോലെ ചെറിയ അബദ്ധങ്ങളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു പോകുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരുന്നാൽ തന്നെ ഐ വുഡ് സേ ലൈഫ് ഇസ് എ സക്സസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാഡം. ഐ തിങ്ക് പോഡ്കാസ്റ്റ് കാണുന്നതിന് മുന്നേയും ശേഷവും ഒരാൾ കുറച്ചുകൂടെ ഹാപ്പി ആവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പോയി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ഹാപ്പിനെസ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. യോ വെൽക്കം. ഇന്ന് വളരെ ഈ ഹാപ്പിനെസ്സിനെ പറ്റി സംസാരിക്കാനും ഒക്കെ എന്നെ വിളിച്ചതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് പലപ്പോഴും കൊച്ചു കൊച്ചു സെഷൻസിൽ ഓരോരുത്തരോട് പറഞ്ഞത് ഇന്ന് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളൊരു അവസരമാണ്. സക്സസ് ഈസ് ഓൾവേസ്, ഹാപ്പിനെസ് ഈസ് ഓൾവേസ് ഇൻ യുവർ ഹാൻഡ്സ്. എവിടെയും തപ്പിപ്പോണ്ട. കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുത്തിയാൽ ഇന്നത്തെ ദിവസം സന്തോഷമായിട്ടങ്ങ് പോവാം.